أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا. واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാന്യനായ പണ്ഡിതനും ഗുരുവര്യനുമായ മുഹമ്മദ് കുട്ടശ്ശേരി, മറ്റ് സ്റ്റേജിലും വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ദിവസം കേരളത്തിലെ മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ ഒരു ദൗത്യ നിർവഹണത്തിൻ്റെ ദിവസമാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു ത്യാഗിവര്യൻ്റെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളുടെ സ്മരണ, അത് പുതിയ തലമുറക്ക് ചരിത്രത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകുവാനുള്ള ദൗത്യ നിർവഹണത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. കേരളത്തിൽ 1800-കളുടെ അവസാനം തുടങ്ങി 2015 വരെ നീണ്ടു നിൽക്കുന്ന കേരള മുസ്ലിം നവോത്ഥാനത്തിൽ ഒരുപാട് പണ്ഡിതന്മാരും നേതാക്കളും കഴിഞ്ഞുപോയിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾക്ക് ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിയിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൈപിടിച്ചുയർത്തിയതിൽ കഴിഞ്ഞ കാലത്ത് ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ച ആ മഹാപണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും ത്യാഗിവര്യന്മാരുടെയും പ്രവർത്തനങ്ങളെ വിസ്മരിക്കുവാൻ സാധ്യമല്ല. ഈ കൂട്ടത്തിൽ മുഹമ്മദ് അമാനി മൗലവി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടാൽ നേർക്കുനേരെ കണ്ട ആളുകൾക്കും ശാരീരികമായി വളരെ ദുർബലനായ, കാണാൻ വളരെ ദുർബലനായ ഒരു മനുഷ്യൻ. പക്ഷേ 960 തുടങ്ങി 85 അവസാനിപ്പിച്ച 25 കൊല്ലക്കാലം നീണ്ടുനിന്ന വിശുദ്ധ ഖുർആനിൻ്റെ വിവരണം, കേരളത്തിലെ വിശുദ്ധ ഖുർആനിനെ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ പോലും തങ്ങളുടെ മതവിഷയങ്ങൾക്ക്, പ്രത്യേകിച്ച്
പലർക്കും സംശയങ്ങൾ തോന്നാറുള്ള വിഷയങ്ങൾക്ക് റഫറൻസായിട്ട് ഇന്നും കേരളത്തിലെ സംഘടനാപരമായ വൈജാത്യങ്ങൾക്ക് അതീതമായി പള്ളികളിലെ പണ്ഡിതന്മാരുടെ റഫറൻസ് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ പരിഭാഷ ചരിത്രത്തിൽ ഇന്നും രേഖപ്പെടുത്തപ്പെടേണ്ടതും വരുന്ന തലമുറ പഠിച്ചിരിക്കേണ്ടതുമായൊരു പാഠം. 25 വർഷക്കാലം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആയുസ്സിന്റെ നല്ല ഒരു ഭാഗം മറ്റെല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് നമ്മെപ്പോലെ തന്നെ അല്ലെങ്കിൽ സമകാലികരായ ആളുകളെപ്പോലെ തന്നെ ജീവിതത്തിന്റെ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെയുള്ള ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അള്ളാഹുവിന്റെ ഖുർആൻ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ, ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ഭാഗത്ത് കടുത്ത എതിർപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോലും പഠിക്കേണ്ടതില്ല എന്ന പ്രചരണം ഈ കേരളത്തിലെ മലയാളികൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശുദ്ധ ഖുർആൻ ആളുകൾക്ക് എത്തിക്കുവാനുള്ള ഈ ത്യാഗനിർഭരമായ പ്രവർത്തനം അവിടെ ഒതുങ്ങുന്നതല്ല അമാനി മൗലവിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് വിശുദ്ധ ഖുർആനിന്റെ ഈ വലിയ ത്യാഗം നിർവഹിക്കുമ്പോൾ തന്നെയാണ് അതിന്റെ തൊട്ടുപിറകിലുള്ള കാലത്താണ് ഹദീസ് നിഷേധത്തിന്റെ അതിശക്തമായ ഒരു പ്രചരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കാണുന്നത്. കേരളത്തിൽ ഇന്നും ഹദീസിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ ആധികാരിക പഠനത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡോക്ടർ മുസ്തഫ സബാഇയുടെ അൽ ഹദീസ് മകാനത്തുഹാ ഫി തശ്രീഇൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിന്റെ പരിഭാഷയടക്കം കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന് തന്റെ തൂലിക കൊണ്ട് തുല്യതയില്ലാത്ത സംഭാവന അർപ്പിച്ച അമാനി മൗലവി മരണപ്പെട്ട് വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. ISM ഈ ഒരു സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്മരണ എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു കാലഘട്ടത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകന്മാർ എന്ത് നിർവഹിച്ചു എന്നത് ഇന്ന് നവോത്ഥാനത്തിന്റെ പുതിയ അധ്യായങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നവോത്ഥാന ചരിത്രം തിരുത്തിക്കുറിക്കുവാനും മാറ്റിയെഴുതുവാനും ശ്രമിക്കുന്ന ആളുകൾക്ക് മുന്നിൽ എന്തായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഈ നാട്ടിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്, മുസ്ലിം നവോത്ഥാനത്തിന് സംഭാവന അർപ്പിച്ചത് ഏത് രൂപത്തിലായിരുന്നുവെന്നത് പുതിയ തലമുറക്ക് ആ പാഠം പകർന്നു നൽകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ പാഠം പകർന്നു നൽകുവാൻ ഏറ്റവും അനുയോജ്യരായ പണ്ഡിതന്മാർ അവരിന്ന് ജീവിച്ചിരിപ്പുണ്ട്. ബഹുമാന്യനായ മുഹമ്മദ് കുട്ടശ്ശേരി സാഹിബ്, അദ്ദേഹമാണ് ഈ സെമിനാറിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത്. കുട്ടശ്ശേരി മൗലവിയെ സംബന്ധിച്ചിടത്തോളം അമാനി മൗലവിയുടെ പ്രഥമ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അപൂർവത്തിൽ ഒരാളായി ജീവിച്ചിരിക്കുന്ന ആദരണീയനായ പണ്ഡിതൻ. ഇതുപോലെയുള്ള ആളുകളെ നിരത്തിയിട്ട് പുതിയ തലമുറക്ക് കഴിഞ്ഞ കാലത്ത് നവോത്ഥാന രംഗത്ത് സഹിച്ച ത്യാഗത്തിന്റെ ചരിത്രം പകർന്നു കൊടുക്കലാണ്. അതോടൊപ്പം നവോത്ഥാനത്തിന്റെ ചരിത്രം മാറ്റിക്കുറിക്കുന്നിടത്ത് നവോത്ഥാനത്തിന്റെ ചലനത്തിൽ വന്നിട്ടുള്ള ചില പെശകുകളെ എങ്ങനെയായിരുന്നു അത് സംഭവിച്ചത് എന്നത്, എന്താണ് അതിന്റെ കൃത്യമായ അവസ്ഥ എന്നത് വിശദീകരിക്കൽ കൂടി ഈ സെമിനാറിന്റെ ലക്ഷ്യമാണ്. വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഈ സെമിനാറിൽ ഇൻഷാ അല്ലാഹ് ഇത് കഴിയുമ്പോഴേക്ക് അത്തരമൊരു ഉൾക്കാഴ്ച തീർച്ചയായും പുതിയ തലമുറക്ക് പകർന്നു നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രഥമ സെഷന് അധ്യക്ഷത വഹിക്കുന്നത് ISMന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് UP യഹിയ ഖാൻ മദനി അവറുകളാണ്. അദ്ദേഹത്തെ ഈ സെഷനിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണത്തോടൊപ്പം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ഗുരുവര്യൻ മുഹമ്മദ് കുട്ടശ്ശേരി അവറുകളാണ്. അമാനി മൗലവിയുടെ പ്രഥമ ശിഷ്യൻ കൂടിയായ അദ്ദേഹത്തെ ഈ സെമിനാറിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷനിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് KNM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും
ആദരണീയനായ PM മുഹമ്മദ് കുട്ടി സാഹിബ്, അഡ്വക്കേറ്റ് PM മുഹമ്മദ് കുട്ടി സാഹിബ്, അതുപോലെ A റഹ്മത്തുള്ള സാഹിബ്, VP അബ്ദുൾ റസാഖ് സാഹിബ് തുടങ്ങിയ നേതാക്കളും പണ്ഡിതന്മാരുമൊക്കെയാണ്. ആ മഹൽ വ്യക്തിത്വങ്ങളെയും ഈ സെഷനിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് യഹിയ ഖാൻ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ബഹുമാന്യരായ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാരെ, ഗുരുനാഥന്മാരെ, നേതാക്കന്മാരെ, ഈ ഹാളിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, പ്രവർത്തകരെ, സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിലെ അതുല്യമായ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ബഹുമാന്യനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആൻ വിവരണത്തെ ആസ്പദമാക്കിക്കൊണ്ട് നടത്തുന്ന ഈ സെമിനാർ എത്രമാത്രം പ്രസക്തമാണ് എന്ന് ഈ സദസ്സ് തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സാധാരണഗതിയിൽ അക്കാദമികമായി ചർച്ച ചെയ്യപ്പെടുന്ന സെമിനാറുകളും സിമ്പോസിയങ്ങളുമൊക്കെ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഇത്രമാത്രം ജനകീയ സാന്നിധ്യമുണ്ടാവുക എന്നത് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രയാസകരമാണ്. അതിൽ നിന്നും തികച്ചും വിഭിന്നമായി ഇവിടെ കൂടിയിട്ടുള്ള ഈ സാന്നിധ്യം ഈ വിഷയത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും എത്രമാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. കേരളത്തിൻ്റെ ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് അഗാധമായി വിലയിരുത്തുമ്പോഴും പഠിക്കുമ്പോഴുമൊക്കെ യാതൊരുവിധ സംശയവുമില്ലാതെ നമുക്ക് പറയുവാൻ സാധിക്കുന്ന ഒരു വസ്തുത, വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൻ്റെ കേരള ചരിത്രം അത് അമാനി മൗലവിക്ക് മുമ്പും ശേഷവും എന്ന് രണ്ടായി തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടേണിംഗ് പോയിന്റ് അതായിരുന്നു മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണമെന്ന ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ വിവരണ സംരംഭം. തീർച്ചയായും സാധാരണഗതിയിൽ കേരളത്തിൽ ഏകദേശം 40ഓളം വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷകൾ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശദീകരണത്തിന് മുമ്പും ശേഷവും ഇന്നും ഇന്നലെയുമായി കൊണ്ടിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഏതൊരു വിഭാഗം ആളുകളോടും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരുടെ മുമ്പിൽ ചോദിച്ചാലും വിശുദ്ധ ഖുർആനിൻ്റെ മലയാളത്തിലെ പരിഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായി ലഭിക്കുന്ന മറുപടി വിശുദ്ധ ഖുർആൻ വിവരണം മുഹമ്മദ് അമാനി മൗലവിയുടെ ഈ തഫ്സീറാണ് എന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല. ഇസ്ലാമിക ധാരകളിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുള്ള പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഏതൊരു വിഭാഗം ആളുകളും അവരുടെ മതപരമായ വിഷയങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ആധികാരികമായിട്ടുള്ള ഒരു റഫറൻസ് ഗ്രന്ഥമായി ആശ്രയിക്കുന്ന ഏക വിവരണം മലയാളത്തിൽ അവതരിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ വിവരണമാണ് എന്നതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഈ ഖുർആനിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുഹമ്മദ് അമാനി മൗലവിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വിശദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടും. അത് വരും കാലഘട്ടത്തിലേക്കും പുതിയ തലമുറക്കുമൊക്കെ എങ്ങനെയാണ് അതിൽ നിന്നും വെളിച്ചം ആവാഹിക്കുവാൻ സാധിക്കുക എന്നതാണ് ISM ഇത്തരത്തിലൊരു സെമിനാർ സംഘടിപ്പിക്കുന്നത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും വ്യക്തികൾക്ക് ഇസ്ലാഹി പ്രസ്ഥാനം വലിയ പ്രാധാന്യം നൽകാറില്ല. പക്ഷേ അവരുടെ സേവനങ്ങളെ ഏതൊരു കാലഘട്ടത്തിലെയും ചരിത്രത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുകയും ഭാവിയിലേക്കുള്ള ദിശാസൂചകങ്ങളായി മാറുകയും ചെയ്യണം എന്ന അദമ്യമായ ആഗ്രഹത്തിലാകുന്നു ISM ഇത്തരത്തിലൊരു സംരംഭത്തിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം ജനകീയമാക്കുന്നതിൽ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീർ ഈ കാലഘട്ടത്തിൽ നിർവഹിച്ചിട്ടുള്ള സേവനം എത്രമാത്രമാണെന്ന് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ആളുകൾക്കറിയാം. എനിക്കറിയാം, എൻ്റെ മാതാവ് നിരക്ഷരയായിരുന്ന ഒരു കാലഘട്ടത്തിൽ മലയാളം വായിക്കുവാൻ പഠിച്ചത് മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ വായനയിലൂടെയാണ്. അങ്ങനെ അനേകം സാധാരണക്കാരായ ആളുകൾ
അവരുടെ ജീവിതത്തിലെ ഊടും പാവും നെയ്തെടുക്കുവാൻ വേണ്ടി ഇന്നും ISM അതിന്റെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളിൽ സ്വദേശത്തും വിദേശത്തും നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു പങ്ക് വിശുദ്ധ ഖുർആനിന്റെ പഠനവും അതിന്റെ അധ്യാപനവുമാണ്. QLSകളിലൂടെയാണെങ്കിലും ഖത്തറിൽ നിലനിൽക്കുന്ന വെളിച്ചം പദ്ധതിയാണെങ്കിലും സൗദി അറേബ്യയിലും UAEയിലും നിൽക്കുന്ന മുസാബക്കയായിരുന്നാലും 10,000-കണക്കിന് ആളുകൾ ഓരോ വർഷവും അമാനി മൗലയുടെ തഫ്സീർ വായിച്ചും പഠിച്ചും വിശുദ്ധ ഖുർആനിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. മറ്റൊരു കാര്യം, ഏതൊരു കാലഘട്ടത്തിലും ഏതാളുകൾക്കും അവരുടേതായിട്ടുള്ള ആദർശത്തിന്റെയും കക്ഷിയുടെയും ഒക്കെ ചില പ്രതിഫലനങ്ങൾ അവരുടെ രചനകളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും നിഷ്പക്ഷമായി വിശുദ്ധ ഖുർആനുമായി നീതി പുലർത്തുന്ന, ഒരുപക്ഷെ ഇസ്ലാഹി പ്രസ്ഥാനം ചിലപ്പോഴെങ്കിലും അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന പണ്ഡിതന്മാരുടെ കോട്ടിങ് പോലും എടുത്തുദ്ധരിച്ചുകൊണ്ട് ഖുർആനിന്റെ വിശദീകരണം ധന്യമാക്കിയിട്ടുള്ള അമാനി മൗലയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ചും സംഭാവനകളെക്കുറിച്ചും ഈ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടും ഫലപ്രദമായിരിക്കും എന്നതിൽ സംശയമില്ല. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്ന് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുവാൻ എന്തുകൊണ്ടും അർഹനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള മുഹമ്മദ് കുട്ടശ്ശേരി അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് തിരക്കുകളും പ്രായത്തിന്റെ പ്രയാസങ്ങളുമൊക്കെ അവഗണിച്ചുകൊണ്ടും നമ്മുടെ ഈ സെമിനാറിൽ സാന്നിധ്യമേകിയിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ഹൃദ്യമായി ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം വിവിധങ്ങളായിട്ടുള്ള പ്രബന്ധങ്ങളും ആശംസകളുമൊക്കെ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പ്രമുഖർ ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. എല്ലാ ആളുകളെയും ISMനു വേണ്ടി സ്നേഹപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനനായിട്ടുള്ള പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി അവർകളെ ഈ സെമിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സ്നേഹാദരവോട് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ആദരണീയനായ അധ്യക്ഷൻ യഹ്യ ഖാൻ, ഡോക്ടർ റഹ്മത്തുള്ള സ്വാഗത പ്രസംഗം നടത്തിയ ഇസ്മായിൽ കരിയാർ, പ്രിയങ്കരനായ അഡ്വക്കേറ്റ് മഹദൂട്ടി സാഹിബ്, സ്റ്റേജിൽ ഉപവിഷ്ടരായ മറ്റ് മഹൽ വ്യക്തിത്വങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, ഈ മഹത്തായ സെമിനാർ അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഇത് മുഖേന കേരളത്തിൽ വൈജ്ഞാനിക മണ്ഡലത്തിൽ മഹത്തായ സേവനങ്ങൾ അർപ്പിച്ച ബഹുമാന്യനായ അമാനി മൗലവി അവരുടെ ചിന്തകളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുവാനും അറിയുവാനും ഉൾക്കൊള്ളുവാനും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമാനി മൗലവിയുടെ ഒരു എളിയ ശിഷ്യൻ എന്ന നിലക്കുള്ള എൻ്റെ പ്രതികരണമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. വിശുദ്ധ ഖുർആൻ പരിഭാഷയെ സംബന്ധിച്ചുള്ള സജീവമായ ചർച്ചകൾ ഇതിന് പിറകെ വരുന്നത് കൊണ്ട് ആ വിഷയം ഞാൻ കാര്യമായി സ്പർശിക്കുന്നില്ല. ഇസ്ലാമിക വിജ്ഞാനത്തിന് മഹത്തായ സംഭാവന അർപ്പിച്ച പണ്ഡിതനും എഴുത്തുകാരനും ഖുർആൻ വ്യാഖ്യാതാവുമായിരുന്ന മുഹമ്മദ് അമാനി മൗലവി കേരളത്തിൽ അധികമൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് ഒരു ദുഃഖസത്യമാണ്. അദ്ദേഹത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാനമാകട്ടെ കക്ഷിഭേദമെന്ന് എല്ലാവരും അംഗീകരിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അമാനി മൗലവി വായിക്കപ്പെടാത്ത മുസ്ലിം വീടുകൾ കുറവായിരിക്കും. എന്നാൽ സംഘടനാ പ്രവർത്തനങ്ങളിലൊന്നും മുഴുകാതെ സ്വതന്ത്രമായി നിലകൊണ്ട് വിജ്ഞാന സേവനത്തിന് മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു പണ്ഡിതന് പുതിയ സമൂഹത്തിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോകുന്നതിൽ അത്ഭുതപ്പെടാനില്ല. എങ്കിലും മൗലവിയുടെ വിയോഗം സംഭവിച്ച് 28 വർഷങ്ങൾക്ക് ശേഷം, അതും അദ്ദേഹത്തിൻ്റെ പൗത്രൻ
ജാബിർ അമാനി മൗലവിയും ISM-ഉം മുൻകൈയെടുത്ത് കൊണ്ട് മാത്രം അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സെമിനാർ സംഘടിപ്പിക്കപ്പെടുന്നത് സ്വാഭാവികമായും അത്ഭുതകരമായ കാര്യമാണ്. പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം പരിചയപ്പെടുത്തുന്ന സ്മരണികയോ ഗ്രന്ഥമോ രചിക്കപ്പെടാതെ പോയതിൽ ഞാനടക്കമുള്ളവർ കുറ്റക്കാർ തന്നെയാണ്. ഉമ്മ എന്ന ശബ്ദത്തിന് ഒരു നിർവചനം കൊടുക്കുക അസാധ്യമാണ്. കാരണം അത്രയ്ക്കുമേൽ സ്നേഹവും കാരുണ്യവും അലിവും വികാരങ്ങളും നിറഞ്ഞ ഒരു പാരാവാരമാണ് ഉമ്മ. ഗുരു എന്ന പദത്തിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. പഠിപ്പിക്കുന്ന അധ്യാപകർ എല്ലാവരും ഗുരു എന്ന ബഹുമതിക്ക് അർഹരായിക്കൊള്ളണമെന്നില്ല. എന്നെ വാർത്തെടുക്കുകയും എൻ്റെ സ്വഭാവത്തിലും ചിന്തയിലും ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുകയും ചെയ്ത രണ്ട് മഹൽ വ്യക്തിത്വങ്ങളാണ് ഉള്ളത്. അബുസ്സബാഹ് അഹമ്മദ് അലിയും മുഹമ്മദ് അമാനി മൗലവിയും. അബുസ്സബാഹ് അന്തരിച്ച് 41 വർഷങ്ങൾക്ക് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CS ചെയറിൻ്റെ പ്രവർത്തകർ നേതൃത്വം കൊടുക്കുന്ന ഗ്രേസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ എഴുതിയ ചരിത്ര ഗ്രന്ഥം ഒരു വർഷം മുമ്പ് അവർ പ്രസിദ്ധീകരിച്ചു. 1952 വണ്ടൂരിനടുത്ത തൊടികപ്പുഴത്ത് അമാനി മൗലവി ദർസ് ആരംഭിക്കുന്ന വിവരം അറിഞ്ഞ് എന്നെ എൻ്റെ വന്യ പിതാവ് അവിടെ ചേർക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നേരത്തെ മുറയൂരിലും റൗത്തുവിലും അറബി കോളേജ് മഞ്ചേരിയിലായിരുന്നപ്പോൾ അവിടെയും അധ്യാപകനായിരുന്ന അമാനി മൗലവിയുടെ അധ്യാപക രീതിയുടെ മെച്ചം പ്രസിദ്ധിയാർജിച്ചതായിരുന്നു. 1909 പട്ടിക്കാട്ട് പ്രസിദ്ധ പണ്ഡിതനായിരുന്ന ഹസൻകുട്ടി മുസ്ലിയാരുടെ പുത്രനായി ജനിച്ച മൗലവി പല പള്ളുദർസുകളിലും പഠനം നടത്തിയ ശേഷം തഞ്ചാവൂരിലെ കാസിമിയയിൽ ചേർന്ന് മൗലവി ആലിം ബിരുദം നേടുകയായിരുന്നു. അവിടുത്തെ ചില അധ്യാപകരിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പുരോഗമന ചിന്തയുടെ ബീജങ്ങൾ കടന്നുകൂടുകയുണ്ടായത്. തൊടികപ്പുലത്ത് കിതാബ് ചൊല്ലിക്കൊടുക്കുക എന്ന സാധാരണ പള്ളിദർസ് സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി സിലബസ്, പുരാതനവും ആധുനികവുമായ ഗ്രന്ഥങ്ങൾ, ടൈം ടേബിൾ, പരീക്ഷ, ബോർഡ്, ഡെസ്ക് തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കോളേജ് സിസ്റ്റമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അധ്യാപകരും ശിഷ്യന്മാരും ഒന്നിച്ച് താമസിക്കുന്ന പഴയ ഗുരുകുല സമ്പ്രദായം പോലെ പള്ളിയിൽ മൗലവി വിദ്യാർത്ഥികളുടെ ജീവിതം സദാസമയവും നിരീക്ഷിച്ചും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയും അവരോടൊപ്പം തന്നെ പള്ളിയിൽ ജീവിക്കുകയായിരുന്നു. ഒരു അധ്യാപകന്റെ വീക്ഷണവും ജീവിത രീതിയും വ്യത്യസ്ത കഴിവുകളും കൂടെ ജീവിക്കുന്ന വിദ്യാർത്ഥികളിൽ സ്വാധീനം ചെലുത്തുക സ്വാഭാവികമാണ്. പല ഗ്രന്ഥങ്ങളുടെയും കർത്താവും ആനുകാലികങ്ങളുടെ എഴുത്തുകാരനുമായിരുന്ന മൗലവി ദിനപത്രങ്ങളും മുസ്ലിം പത്രമാസികകളുമെല്ലാം പള്ളിയിലേക്ക് വരുത്തുകയും അവ വായിക്കുവാൻ വിദ്യാർത്ഥികളെ നിർബന്ധിക്കുകയും ചെയ്യുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു ഉദാഹരണം പള്ളിയിൽ സാഹിത്യ സമാജം നിർബന്ധമാക്കിയിരുന്നു. ഒരു സമാജത്തിൽ ഇസ്ലാമിലെ സാമൂഹ്യ ജീവിതം എന്ന ഒരു വിഷയത്തിൽ ഞാനൊരു പ്രബന്ധം അവതരിപ്പിച്ചു. മീറ്റിങ്ങിൻ്റെ അവസാനത്തിൽ എൻ്റെ പ്രബന്ധത്തിന് മൗലവിയുടെ ഒരു സമ്മാനം, ഒരു പുസ്തകം. എൻ്റെ ഉള്ളിൽ ഒരു എഴുത്തുകാരനുണ്ടെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രബന്ധം അൽമനാറിനയച്ചു. അത് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. ഒരിക്കൽ ഞാൻ ഒരു സാഹിത്യ സമാജത്തിൽ ഒരു കവിത വായിക്കുകയുണ്ടായി. അമാനി മൗലവി ആ കവിത എന്നോട് വാങ്ങിച്ച് പട്ടിക്കാട്ട് സ്കൂളിലെ മലയാളം അധ്യാപകനെ കൊണ്ട് തിരുത്തിച്ച് എനിക്ക് തന്നെ തിരിച്ചു വരികയുണ്ടായി. പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ, ആ കവിതയിലെ ഒരു വരിയായിരുന്നു. മൗലവി പറഞ്ഞു, മാസ്റ്റർ പതിതരെ എന്ന വാക്ക് തിരുത്തിയതിൽ രണ്ടർത്ഥമുണ്ട്. പതിതർ എന്ന് വെച്ചാൽ വീണുകിടക്കുന്നവൻ എന്നർത്ഥം. മാത്രമല്ല ആ കാലഘട്ടത്തിൽ പതി അബ്ദുൽ ഖാദർ മൗലവി കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സൂചനയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മൗലവി പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നുപോയി. എൻ്റെ മൂത്ത മകൻ മഹ്മൂദിനേക്കാളും ഞാൻ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് മൗലവി വിദ്യാർത്ഥികളായ ഞങ്ങളോട് പറഞ്ഞ ഈ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത എത്രമാത്രം തുളുമ്പുന്നു എന്ന് വ്യക്തമാണ്. കൃത്യനിഷ്ഠ പാലിക്കുന്നതിൽ അമാനി മൗലവി ഒരു മാതൃകയായിരുന്നു.
ഒരു ദിവസം മതവിദ്യാഭ്യാസ ബോർഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനായി അദ്ദേഹം കോഴിക്കോട്ട് പോയി. അന്ന് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ 8 മണിക്ക് ക്ലാസ്സുണ്ട്. അതിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നു. എന്തുണ്ട് വിദ്യാർത്ഥികളെ അറിയിക്കാൻ മാർഗം? കോഴിക്കോട് കുഞ്ഞിക്കോയ എന്ന വീരശൂരനായ ഒരു മുജാഹിദ് പ്രവർത്തകനുണ്ടായിരുന്നു. അദ്ദേഹം ഉടനെ തൊടികപ്പുലത്തേക്ക് പുറപ്പെട്ടു. ഫോണില്ല, ബസ് അധികമില്ല. രാത്രി മുഴുവൻ പല ലോറികളിലും സഞ്ചരിച്ച് 7 മണിക്ക് തൊടികപ്പുലത്തെത്തി ഞങ്ങൾക്ക് വിവരം തന്നു. വിദ്യാർത്ഥികൾ നാട്ടിൽ പോയാൽ പറഞ്ഞ സമയത്തെത്തൽ നിർബന്ധം. ഈ കൃത്യനിഷ്ഠ അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളിലും വളർത്തുകയായിരുന്നു. KNMന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡിന് അടിത്തറ പാകിയത് അമാനി മൗലവി ആണ്, സംശയമില്ല. കരിക്കുലം തയ്യാറാക്കി, പാഠപുസ്തകങ്ങൾ നിർണയിച്ചു, പുസ്തകങ്ങൾ പലതും സ്വന്തമായി രചിച്ചു. അധ്യാപകർക്ക് ആദ്യമായി പരിശീലന കോഴ്സ് വാണിയമ്പലത്ത് ഏർപ്പെടുത്തി. അതിൽ ഞാനും ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഇന്ന് CIR വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ശൂന്യതയിൽ നിന്ന് അതിന് ജന്മം നൽകിയ അമാനി മൗലവി അനുസ്മരിക്കപ്പെടാതെ വയ്യ. അമാനി മൗലവിയുടെ കാലത്ത് തൊടികപ്പുലം പള്ളി, അലവി മൗലവി, അബ്ദുൽ ലത്തീഫ് മൗലവി, ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കൂട്ടായി അബ്ദുള്ള ഹാജി, KP മുഹമ്മദ് മൗലവി തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും എല്ലാം ഒരു സംഗമവേദിയായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരു ഖുർആൻ പരിഭാഷ എന്ന ആശയത്തിന് രൂപം നൽകിയത് ഇത്തരം ഒരു സംഗമമാണ്. അമാനി മൗലവി ഒരു പണ്ഡിതനായിരുന്നുവെങ്കിലും പണ്ഡിതന്മാരെ അളവെച്ച് ആദരിക്കുകയും അവരോട് അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കുകയും ചെയ്യുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്. ഒരിക്കൽ തൊടികപ്പുലത്തെ മമ്മു മൗലവിയെപ്പറ്റി അദ്ദേഹം അഭിപ്രായപ്പെട്ടത്, ഞാൻ അദ്ദേഹത്തെ എൻ്റെ പിതാവിനെ പോലെ കാണുന്നു എന്നാണ്. ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി KM മൗലവി, EK മൗലവി, അലി മൗലവി, KP മുഹമ്മദ് മൗലവി തുടങ്ങിയവർ ഉൾക്കൊള്ളുന്ന ഒരു സംഘം പര്യടനത്തിന് പുറപ്പെട്ടു. രാത്രി പരിപാടി കഴിഞ്ഞ് വാണിയമ്പലത്ത് താമസമില്ലാത്ത ഒരു വീട്ടിൽ വിശ്രമം. KM മൗലവിക്ക് കലശലായ കാൽവേദന. അമാനി മൗലവി അരികത്തിരുന്ന് KM മൗലവിയുടെ കാൽ രണ്ടും തൻ്റെ മടിയിൽ കയറ്റിവെച്ച് ഒഴിഞ്ഞുകൊടുക്കുന്ന ആ രംഗം ഇപ്പോഴും ഞാൻ കൺമുമ്പിൽ കാണുന്നു. തൻ്റെ ഗുരുഭൂതന്മാരുടെ മഹിമകൾ അദ്ദേഹം വിദ്യാർത്ഥികളോട് സദാ പറയുമായിരുന്നു. ഭൂമിശാസ്ത്രത്തിലും ഗോളശാസ്ത്രത്തിലും പ്രവീണ്യം നേടിയ അമാനി മൗലവി ഈ വിഷയത്തിൽ അറബിയിൽ സ്വന്തമായി തയ്യാറാക്കിയിരുന്ന നോട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമായിരുന്നു. തൻ്റെ തഫ്സീറിലും ഈ 2 ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാണാം. മേപ്പും അറ്റ്ലസും അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നു. ഇംഗ്ലീഷിലും മൗലവി സാമാന്യ കഴിവ് നേടിയിരുന്നു. അദ്ദേഹം പരന്ന വായനയുടെ ഉടമയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്ക് ഇത്രമാത്രം ലാളിത്യവും ഒഴുക്കും നേടാൻ കഴിഞ്ഞത്. അമാനി മൗലവിയുടെ വിജ്ഞാനത്തിൻ്റെ ആഴവും പരപ്പും അദ്ദേഹത്തിൻ്റെ പരിഭാഷയിൽ പ്രകടമാണ്. ഫതാത്തു ഖസാന എന്ന അറബി ചരിത്ര നോവൽ തന്ന് എന്നെ വായിക്കാൻ പ്രേരിപ്പിച്ചത് മൗലവിയായിരുന്നു. ഒരു പ്രാസംഗികനോ സംഘടനാ പ്രവർത്തകനോ അല്ലാത്തതിനാൽ ധാരാളം വായിക്കുവാനും എഴുതുവാനും അദ്ദേഹത്തിന് സമയം ലഭിച്ചു. നവോത്ഥാന ചിന്തയുടെ വക്താവായിരുന്നു മൗലവിയെങ്കിലും എല്ലാ വിഭാഗം ജനങ്ങളുമായും ബന്ധപ്പെടുവാനും അവരുടെ എല്ലാം അംഗീകാരവും ആദരവും ആർജിക്കുവാനും അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു? ആശയപരമായ ഭിന്നത മാനുഷിക ബന്ധങ്ങളെയും സൗഹൃദത്തെയും ബാധിക്കാതിരിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചു. ഭിന്നാഭിപ്രായമുള്ളവരോടും പരസ്പരമുള്ള ഇസ്ലാമിക മര്യാദകൾ പാലിക്കുന്നതിൽ അദ്ദേഹം വളരെ സൂക്ഷ്മത പുലർത്തുമായിരുന്നു. എഴുത്തിലോ സംസാരത്തിലോ എതിരാശയക്കാരെ മുറിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഒന്നും അദ്ദേഹം നടത്തുമായിരുന്നില്ല. മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ CN അഹമ്മദ് മൗലവിയുടെ ചില അഭിപ്രായങ്ങൾ വിമർശിക്കുന്ന തികച്ചും വിജ്ഞാനപ്രദമായ ചില കുറിപ്പുകളുണ്ട്. ഇവ പണ്ഡിതോചിതമായ വിമർശനത്തിന് പണ്ഡിതന്മാർക്കും പ്രാസംഗികന്മാർക്കും എഴുത്തുകാർക്കും ഒരു മാതൃകയാണ്. CN പലപ്പോഴും മൗലവിയിൽ നിന്നും തൊടികപ്പുലത്തെ പള്ളിയിലെ പഴയ തഫ്സീറുകൾ മകൻ മുഖേന വായിക്കാൻ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. CN അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷ പ്രസിദ്ധീകരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും സഹായധനം ലഭിച്ചപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ച ഏക പണ്ഡിതൻ അമാനി മൗലവി മാത്രമാണെന്ന് CN ഒരിക്കൽ പറഞ്ഞതായി ഓർക്കുന്നു. അമാനി മൗലവി എന്ന സമുന്നതനായ വ്യക്തിയിലൂടെയാണ് അധികം ജനങ്ങളും അമാനിയുടെ പരിഭാഷയെ നോക്കിക്കാണുന്നത്. തികഞ്ഞ ഭക്തി, ലളിതമായ വേഷം, ഭാവം, യാതൊരു ആർഭാടവും ജാടയുമില്ല. ഇതായിരുന്നു അമാനി മൗലവി. ഏത് ജോലി ചെയ്യാനും അദ്ദേഹത്തിന് ഒരു മടിയുമുണ്ടായിരുന്നില്ല.
ഈ വിനീതൻ വിദ്യാർത്ഥിയായിരിക്കെ പട്ടിക്കാട് വീട് സന്ദർശിച്ചപ്പോൾ മൗലവി പുരപ്പുറത്ത് കയറി ഓലമേയുന്നതാണ് കാണുവാൻ സാധിച്ചത്. മറ്റൊരിക്കൽ വാണിയമ്പലത്ത് താമസ സ്ഥലത്ത് ഒരു കർഷക തൊഴിലാളിയുടെ മുണ്ടെടുത്ത് നിലം കിളക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആശാരിപ്പണിയും തുന്നൽ വേലയും അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നു. പള്ളിയിൽ ദർശനം നടത്തുമ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്നതും വസ്ത്രമലക്കുന്നതും കണ്ടപ്പോൾ പ്രായമായ ഒരു മനുഷ്യൻ മൗലവിയോട് ചോദിച്ചു, മുൻകഴിഞ്ഞ മുദരിസ്മാരെ പോലെ അലക്കാൻ കുട്ടികളെ ഏൽപ്പിച്ചുകൂടെ എന്ന്. മൗലവിയുടെ മറുപടി, അവർ ഇവിടെ എൻ്റെ വസ്ത്രം അലക്കാൻ വന്നവരല്ല എന്നായിരുന്നു. ചില യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസർമാർ തങ്ങളുടെ കീഴിലുള്ള ഗവേഷണ വിദ്യാർത്ഥികളെ മാർക്കറ്റിൽ നിന്ന് അടുക്കള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുവാൻ പോലും ഉപയോഗപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ട് ഇതിനോടൊത്ത് ചേർത്ത് വായിക്കേണ്ടതാണ്. 1957 മാർച്ച് വരെ മൗലവിയുടെ വിദ്യാർത്ഥിയായി കഴിഞ്ഞ ഈ ശിഷ്യൻ തുടർന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഫറൂഖ് റൗത്തുൽ അറബി കോളേജിൽ ചേരുകയായിരുന്നു. കോളേജിൽ 3-ാം വർഷ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ പ്രസിദ്ധ അറബി എഴുത്തുകാരനായ അഹ്മദ് അമീന്റെ ഫജ്റുൽ ഇസ്ലാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കായിരുന്നു. ഇതിലെ തഫ്സീർ സംബന്ധിച്ച അധ്യായത്തിലെ ആശയങ്ങൾ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ എന്ന പേരിൽ എഴുതി അൽമനാറിൽ കൊടുത്തു. അന്ന് അൽമനാറിന്റെ പത്രാധിപർ CN അഹമ്മദ് മൗലവിയായിരുന്നു. അദ്ദേഹം ആ ലേഖനം അങ്ങനെ തന്നെ പ്രസിദ്ധീകരിച്ചു. വമ്പിച്ച കോലാഹലത്തിന് അത് ഇടവരുത്തി. ഇത്തരം വിപ്ലവകരമായ ആശയങ്ങൾ കേരളത്തിൽ എഴുതിക്കൂടെന്ന് എന്ന അറിവൊന്നും ഒരു വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് ഉണ്ടായിരുന്നില്ല. അന്നേരം അമാനി മൗലവി എനിക്ക് അയച്ചവർ കത്തിയ വാക്കുകൾ ശിലയിൽ കൊത്തിവെച്ച പോലെ ഇന്നും മായാതെ കിടക്കുന്നു. മുഹമ്മദെ, എഴുതിയും പ്രസംഗിച്ചും വരുന്ന ആശയങ്ങൾ കുറഞ്ഞു പോയാൽ കൂട്ടിച്ചേർക്കാം, ഏറിയാൽ തിരിച്ചെടുക്കാൻ കഴിയുകയില്ലല്ലോ. ഈ വാചകം എഴുത്തിന്റെ വഴിയിൽ എനിക്കൊരു വഴിവിളക്കായി ഇന്നും വിളങ്ങി നിൽക്കുന്നു. 1987 ഈ വിജ്ഞാന സൂര്യൻ അസ്തമിച്ചു. എങ്കിലും അതിൻ്റെ വെളിച്ചം ഇവിടെ കെടാതെ നിലകൊള്ളുന്നു. എത്രയോ മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് അത് ജീവൻ പകരുന്നു. നിത്യവുമെന്നോണം അതിൽ നിന്നും ആത്മീയ ഊർജം സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ആത്മീയ ഊർജം വലിച്ചെടുക്കുന്നു. ഖുർആൻ വ്യാഖ്യാനം പോലെ തന്നെ സ്വച്ഛവും ഭക്തിസാന്ദ്രവുമായിരുന്നു അമാനിയുടെ വ്യക്തിജീവിതവും. സ്വച്ഛവും ഭക്തിഭാത്മകമായിരുന്ന അമാനി മൗലവിയുടെ വ്യക്തിജീവിതവും ചരിത്രവും പഠനത്തിനും ചർച്ചയ്ക്കും വിധേയമാക്കേണ്ടതുണ്ട്. ഭക്തനും നിഷ്കളങ്കനും അറിവിന്റെ നിറകുടവുമായിരുന്ന ആ പണ്ഡിതനിൽ നിന്നും പുതിയ തലമുറയിലെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും മാതൃക പകർത്തിയെടുക്കേണ്ടതുണ്ട്. അമാനി മൗലവിയെ പഠനത്തിന് വിധേയമാക്കി സംഘടിപ്പിക്കപ്പെടുന്ന ഈ പ്രഥമ സെമിനാർ സാംസ്കാരിക തലത്തിൽ ഒരു പുതിയ ചലനത്തിന് നാന്ദി കുറിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുസ്തഫ വഅലാ ആലിഹി വസഹബിഹി വഇബാദിഹിൽ ലദീന ഇസ്തഫ. അമ്മാ ബഅദ്. അഭിവന്ദരായ അധ്യക്ഷരെ, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയായ മതപണ്ഡിതന്മാരെ, മറ്റു നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ആരോഗ്യപരമായ കാരണങ്ങളാൽ ഞാൻ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കാറില്ല എനിക്ക്. എന്നാൽ ഈ പരിപാടി കേട്ടപ്പോൾ എങ്ങനെയെങ്കിലും മരണം തോന്നി. ഞാൻ അമാനി മൗലവിയെ സംബന്ധിച്ച് എനിക്ക് വളരെ അടുത്ത അധികം പരിചയമില്ലെങ്കിലും ആദ്യമായി അറിയുന്നത് തന്നെ മദ്രാസ് ലോ കോളേജിൽ ഞാൻ നിയമവിദ്യാർത്ഥിയായിരുന്ന കാലത്താണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരള സംസ്ഥാനം ഉടലെടുത്ത് 56 ശേഷം 57 എൻ്റെ ഓർമ്മ. MK ഹാജി സാഹിബിൻ്റെ അഹമ്മദ് റസ്താൻ്റെ ഹോട്ടലിൽ അവിടെ ഞാൻ അധിക സമയത്തും പോകാറുണ്ടായിരുന്നു. MK ഹാജി സാഹിബായിരുന്നു എൻ്റെ ലോക്കൽ ഗാർഡിയൻ. മദ്രാസ് ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ പിതാവിൻ്റെ വലിയൊരു സുഹൃത്തും കൂടിയായിരുന്നു. അന്ന് KM മൗലവി സാഹിബ് അവിടെ വന്നപ്പോൾ അവിടെയാണ് അധികം താമസിച്ചിരുന്നത്, MK ഹാജിയുടെ ഓഫീസിൽ. ഇങ്ങനെ ഒരു പരിഭാഷയെ സംബന്ധിച്ച് MK ഹാജിയുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ടായ കാരണം, ഞങ്ങളന്ന് ലോ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് നിയമങ്ങൾ
കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അധ്യാപകന്മാർ വലിയ വലിയ വക്കീലന്മാർ ഹൈക്കോടതിയിൽ ഏറ്റവും വിദഗ്ധരായ അഡ്വക്കേറ്റുമാരായിരുന്നു ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ മുഹമ്മദ് ലോയെ സംബന്ധിച്ചൊക്കെ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ മുഹമ്മദ് ലോ ഇക്കാലത്തേക്ക് പ്രസക്തമില്ല എന്നുള്ള നിലക്കുള്ള കമൻ്റ് എല്ലാം അടിക്കാറുണ്ടായിരുന്നു. അന്ന് മുസ്ലിം വിദ്യാർത്ഥികൾ വളരെ കുറച്ചായിരുന്നു കോളേജിൽ. ഈ ആന്ധ്രക്കാരനുള്ള അമാനുള്ളയും ഞാനുമായിരുന്നു പിന്നെ കുറച്ചൊരു ഇസ്ലാമികമായ സാഹചര്യത്തിൽ നിന്ന് വന്നിരുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നി. ആ കാലത്ത് ഫോക്കൽ സാഹിബ്, സീരി സാഹിബ് എല്ലാം തന്നെ മദ്രാസി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാലമാണ്. നമ്മുടെ പി കെ ഷംസുദ്ദീൻ സാഹിബ് എൻ്റെ ജസ്റ്റ് സീനിയറാണ്. അദ്ദേഹം അവിടെ ഓഫീസിലുണ്ടാവും. ഞങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെയാണ് പോകാറ്. അവിടെ പോയി അപ്പോൾ അവർക്ക് വലിയ താല്പര്യമാണ്. മുസ്ലിം വിദ്യാർത്ഥികൾ വന്നാൽ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നതിൽ പ്രത്യേകം താല്പര്യമെടുത്തിരുന്നു. മാത്രമല്ല പി കെ ഷംസുദ്ദീൻ സാഹിബ് അങ്ങനെയുള്ള മുസ്ലിം കുട്ടികളെ കണ്ടെടുത്ത് അവരെ പരിചയപ്പെടുത്തുന്ന കാലം കൂടിയായിരുന്നു. നമ്മുടെ മദ്രാസ് സ്റ്റേറ്റിനോട് ഭാഗമായിരുന്നുണ്ടോ എന്ന് മലബാർ. അപ്പോൾ ഇവിടുന്ന് പോകുന്ന കുട്ടികളെല്ലാം തന്നെ മുസ്ലിം കുട്ടികളാണെന്ന് കാണുമ്പോൾ അവരെ പരിചയപ്പെടുത്തുക. വക്കീലന്മാരും വളരെ കുറവാണ്, എല്ലാ രംഗത്തും വളരെ കുറവുള്ള ആളുകളായിരുന്നു വിദ്യാഭ്യാസപരമായിട്ടാണ്. അപ്പോൾ ആ അവസരത്തിൽ ഈ ഇസ്ലാമിൽ എന്താണ് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ എന്താണ് ഈ നിയമത്തെ പറ്റിയെല്ലാം മുഹമ്മദ് ലോ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇട്ട പേരാണ്. അത് മുഹമ്മദ് നബി ഉണ്ടാക്കിയ നിയമം എന്നുള്ള അർത്ഥത്തിലാണ് അവരത് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ശരീഅത്ത് നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളാണ്. അപ്പോൾ ഇത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം. ഞാനെല്ലാം തന്നെ ഒരു വിദ്യാർത്ഥിയായിരുന്ന കാര്യത്തിൽ 1936 വിദ്യാർത്ഥിയായിരുന്നു. മദ്രസയിലൊക്കെ പഠിക്കുന്ന കാലത്ത് മദ്രസയില്ലാണ്ട് അന്ന് ഊത്തുവള്ളിയിലായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നത്. നമ്മുടെ മുല്ലാമാർ ഖുർആൻ ഓതാൻ പാരായണം ചെയ്യുവാൻ പഠിപ്പിക്കുന്നതിൽ കവിഞ്ഞ് എന്താണ് പാരായണം ചെയ്യണം, ഖുർആൻ എന്താണ്, ഖുർആനിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാൻ അവർക്ക് തന്നെ അറിയില്ല. പഠിപ്പിച്ചിരുന്ന ആളുകളെ നമുക്കറിയാതെ അങ്ങനെ ഒരു പാരമ്പര്യ മുല്ലാമാരുടെ ക്ലാസ്സുകളാണ് നമ്മൾ ഖുർആൻ്റെ പേരിൽ നമ്മൾ പഠിച്ചിരുന്നത്. പെൺകുട്ടികളാണെങ്കിൽ അത് ഓതാൻ പഠിച്ചോടുകൂടി വിദ്യാഭ്യാസം പൂർത്തിയാകുന്നവർക്ക് പഠിപ്പ് നിർത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ട് ആ കാലത്ത് തന്നെ അന്നത്തെ നേതൃത്വം ഈ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് മതപരമായ ശരിക്കുള്ള ജ്ഞാനം നൽകണമെന്നുള്ള നിർബന്ധവും ഉണ്ടായിരുന്നില്ല. ഇന്ന് നവോത്ഥാനത്തിൻ്റെ ആളുകൾ തങ്ങളാണെന്ന് വാദിക്കുന്ന ആ കാലഘട്ടത്തിൽ അതിൻ്റെ പൂർവികന്മാരുടെ കഥ പറയുകയാണെങ്കിൽ അത് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയതാണ് ഞാൻ. പിന്നീട് ഞങ്ങൾ ഈ കോളേജിലൊക്കെ പോയപ്പോഴാണ് ഇസ്ലാമിനെ പറ്റിയുള്ള ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ കേൾക്കാനും നേരിട്ട് അറിയാനും ഒക്കെ മനസ്സിലായത്. അപ്പോഴാണ് പിന്നെ ഞാൻ ആ കാലത്ത് CN അഹമ്മദ് മൗലവി എൻ്റെ ഒരു പഴയ ഉസ്താദാണ്. മലപ്പുറം ഹൈസ്കൂൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പരിഭാഷ മാത്രമായിരുന്നു ഞങ്ങൾ വക്കലുണ്ടായിരുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പലരും പറയുന്നതും കേൾക്കാറുണ്ട്. എന്നാൽ പിന്നെ അമാനി മൗലവി, പിന്നെ അലവി മൗലവി, KM മൗലവി എല്ലാം കൂടിയിട്ട് ഇങ്ങനെയുള്ള ആലോചന നടക്കുന്നുണ്ട് എന്നുള്ളത് MKAJ വഴിക്കാണ് ഞാനന്ന് മദ്രാസിൽ നിന്ന് അറിയുന്നത്. പിന്നീട് 1960 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1960 ഞാൻ കേരള സംസ്ഥാനം വന്നതിന് ശേഷം കേരള ഹൈക്കോടതിയിൽ നിന്ന് പിന്നെ ബാർ കൗൺസിലിൽ കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് പ്രാക്ടീസ് തുടങ്ങുന്നത്. ആ അവസരത്തിൽ 1960 എൻ്റെ ഓർമ്മ ഈ പിന്നെ അമാനി മൗലവിയുടെ ഈ ഗ്രന്ഥരചനയിൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. KM മൗലവിയും അതുപോലെ തന്നെ അലവി മൗലവിയും ഒക്കെ നേതൃത്വം നൽകിയിരുന്നു. അവർക്ക് ഇടക്കാലത്ത് അല്ലാഹു തിരിച്ചു വിളിച്ചു. പിന്നെ എല്ലാ ഭാരവും അമാനി മൗലവിയിലായിരുന്നു. ഈ അമാനി മൗലവി പിന്നീട് ഒരു 25 വർഷക്കാലം തൻ്റെ ജീവിതം അതിനുവേണ്ടി തന്നെ നീക്കി വെക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം വലിച്ച ത്യാഗങ്ങൾ കുറേയൊക്കെ പല പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. വളരെ വിനയത്തോടു കൂടി സംസാരിക്കുകയാണെങ്കിൽ വളരെ വിനയം. ഞങ്ങളെന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഇരുത്തി മകനെ എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം തന്നെ ഉപദേശങ്ങൾ നൽകിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ആ പരിഭാഷ അമാനി മൗലവിയുടെ പരിഭാഷ വന്നതോടുകൂടി ഇത് വളരെയധികം വിതരണം ചെയ്യുന്നതിൽ ഞങ്ങളെല്ലാം സഹായിച്ചിട്ടുണ്ട്. ആ കാലത്ത് വളരെ കുറച്ച് ആളുകളുള്ളൂ. അന്ന് തന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ തന്നെ നമ്മുടെ രംഗത്ത് വരാറില്ല. വളരെ എതിർപ്പുകൾ സഹിക്കേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ ഇന്ന് ആ നിലയെല്ലാം മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ISM, MS എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്
ഇസ്ലാമിനെ യഥാർത്ഥമായ സുന്ദര രൂപം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ളതാണ്. ഇന്ന് വളരെയധികം പ്രസക്തമാണ് ഈ അമാനി വലിയുടെ ഈ പരിഭാഷയ്ക്ക് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇസ്ലാം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണക്കെല്ലാം കാരണം മറ്റുള്ളവരെ സിയോണിസ്റ്റുകളോ ഓറിയന്റലിസ്റ്റുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും കാര്യമായില്ല. ശത്രുക്കളാണെങ്കിൽ അവർ ഇത് എല്ലാ സാമർഥ്യവും ഉപയോഗിച്ച് കുപ്രചരണം നടത്തുന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ നമ്മുടെ ആളുകൾ തന്നെ ഇസ്ലാം നമ്മളെല്ലാം എങ്ങനെയാണ് മുസ്ലിങ്ങളായത്? നമ്മൾ പഴയ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മുടെ കഥ എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇസ്ലാം വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ടല്ല മുസ്ലിങ്ങളായിട്ടുള്ളത്. നമ്മൾ മുസ്ലിം വീട്ടിൽ ജനിച്ചു, മുസ്ലിം പേരിൽ അറിയപ്പെടുന്നത് മാതാപിതാക്കൾ ജനിച്ചു. ആകെ നമ്മുടെ മുസ്ലിമായിട്ട് നമ്മുടെ റെക്കോർഡുകളെല്ലാം ഗവൺമെൻറ് റെക്കോർഡും മറ്റു റെക്കോർഡിലൊക്കെ വന്ന് നമ്മൾ മുസ്ലിമായി. പക്ഷേ ഈ ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാക്കിയവർ എത്ര ആളുകളുണ്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ? ശരിക്ക് മുസ്ലിം ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ്റെ തത്വമനുസരിച്ച് ഖുർആൻ്റെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇന്ന് ഈ മുസ്ലിങ്ങളെ പറ്റിയുള്ള തെറ്റിദ്ധാരണ ലോകത്ത് ഉണ്ടാകുകയില്ല. കാരണം എല്ലാ മനുഷ്യരെയും സമന്മാരായി കാണും. നിങ്ങളെല്ലാം ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ജനിച്ചവരാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ പറയുന്നു. എന്താണ് പറയുന്നത്? നിങ്ങളെല്ലാം ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നുള്ളതാണ്. നിങ്ങളെ ഗോത്രങ്ങളും വർഗ്ഗങ്ങളുമാക്കി തിരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പരസ്പരം അറിയുന്നതിന് വേണ്ടിയാണ്. നിങ്ങളിൽ ഉത്തമരായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന് ഭയഭക്തിയോടും കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് ധർമ്മബോധത്തോടുകൂടി ജീവിക്കുന്നവരാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജനനത്തിൻ്റെ പേരിലോ തറവാട്ടിൻ്റെ പേരിലോ ധനത്തിൻ്റെ പേരിലോ ഒരു ഉച്ചനീചത്വവും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. എന്ന് മാത്രമല്ല, പ്രവാചകൻ നിർബന്ധമായ ഒരു മറ്റുള്ള പേരിൽ അവരുടെ മനസ്സാക്ഷിക്കെതിരായി മതം അടിച്ചേൽപ്പിക്കാനും ഇസ്ലാം അനുവദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തന്നെ അള്ളാഹുവിൻ്റെ കല മുസൈത്തിരുന്ന നിങ്ങൾ ഓർമ്മിക്കുവാനുള്ള ബാധ്യത മാത്രമേ നിങ്ങൾക്ക്, അവരെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ബാധ്യത നിങ്ങൾക്കില്ല. അപ്പോൾ മനസ്സാക്ഷിയോടുകൂടി വന്ന് വിശ്വസിക്കുന്നവരെ അല്ലാതെ കണ്ട് ബലപ്പം പ്രയോഗിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ആരെയും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ ചരിത്രത്തിൻ്റെ ഭാഷ നോക്കുകയാണെങ്കിൽ ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇവരെ തന്നെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ ആരക്കുമ്പോൾ ഒരു വിരൽ ഉയർത്തിയാൽ മതി ഇസ്ലാമിലേക്ക് വരണമല്ല നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അവർ വരുന്നു എന്നുള്ളതിന് തീർച്ചയായും അങ്ങനത്തെ ഒരു കാലഘട്ടം. പക്ഷെ അവരെല്ലാം സ്വതന്ത്രരാക്കി വിടുകയാണ്. ഈ ലോക ചരിത്ര പ്രൊഫസർ ഫിലിപ്പീറ്റി മുതലായ അറബ്സ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ലോകത്ത് ഉപമയില്ലാത്ത ഒരു മാപ്പ് പ്രഖ്യാപനമായിരുന്നു മുഹമ്മദ് അവിടെ നടത്തിയതെന്ന്. ഇതെല്ലാം ചരിത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ്, സത്യങ്ങളാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ ഞാൻ ഖുർആനെ പറ്റി പ്രസിദ്ധ തത്വചിന്തകനായ ജർമ്മൻ ചിന്തകനായ ഗോയത്തെ പറഞ്ഞ ഒരു വാക്യം ഞാൻ ഓർക്കുന്നുണ്ട്. Quran is a work with whose dullness the reader is at first disgusted and afterwards attracted by its charms and finally irresistibly ravished by its many beauties. This book will go on exercising the most potent influence of all the ages to come. ഇതാണ് ഗോയത്തെ. എൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ അർത്ഥറിയാത്തല്ല ഞാൻ മനസ്സിലാക്കി തരാണ്. ഖുർആൻ ഒരു ഗ്രന്ഥമാണ്. അത് ആദ്യം വായിക്കുമ്പോൾ വിരസത മൂലം മടുപ്പ് തോന്നും. എന്നാൽ പിന്നീട് അതിൻ്റെ മനോഹരിത ആകർഷിക്കപ്പെടും. അവസാനം അതിൻ്റെ വിവിധ ഭംഗിയാൽ തടുക്കാനാകാത്ത വിധത്തിൽ സ്വാധീനിക്കും. This book will go on exercising the most potent influence of all the ages to come. വരാൻ പോകുന്ന കാലത്തും ജനങ്ങളെ അങ്ങേയറ്റം ശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന നിലനിൽക്കുന്നതാണ് ഗോയത്തെ പറഞ്ഞത്. ഗോയത്തെ ഒരു മുസ്ലിമല്ല, അത് ജർമ്മൻ തത്വചിന്തകനാണ്. ഇത് വായിച്ചപ്പോൾ, ഞാൻ പഠിക്കുന്ന കാലത്ത് വായിച്ചപ്പോൾ ഒരിക്കൽ ഞാൻ എനിക്ക് ചോദിക്കുകയുണ്ടായി നമ്മുടെ പുളിക്കൽ അബൂബക്കർ മൗലവിയോട്, കെ.സി. അബൂബക്കർ മൗലവിയോട് ഈ കൊട്ടേഷൻ പറഞ്ഞ് ഇത് മുസൂലി ഇമാം എന്നോ പറഞ്ഞാണല്ലോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങൾ ഖുർആനിലെ അത്ഭുതങ്ങൾക്ക് കയ്യിൽ കിടക്കുമില്ല, അത് പാരായണം ചെയ്യുന്നതോട് പുതുമ തോന്നും എന്ന് അന്നോ പറഞ്ഞതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഖുർആനെ സംബന്ധിച്ച് അന്നത്തെ ആളുകൾ പറഞ്ഞതും ഇന്ത്യ ആധുനിക യുഗത്തെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വായത്ത പറഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഖുർആൻ എന്താണ്? ഈ മഹത്തായ ഗ്രന്ഥം ചുവന്ന് നടക്കുകയല്ലാതെ അതിൽ ഉള്ളടക്കം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാതെ പോയി എന്നുള്ളത് ഈ
യാഥാസ്ഥിക നേതൃത്വം എത്ര കാലമാണ് ഈ സമുദായത്തെ എങ്ങനെ മേച്ച് നോക്കണം? ഏത് കാലം മുതൽക്കാണ് പിന്നീട് മാറ്റങ്ങളുണ്ടായത്? അബ്ദുല്ലാജി ആട്ടെ, കുട്ടാജി അബ്ദുല്ലാജി മലപ്പുറം ഗ്രൗണ്ടിൽ വെച്ച് മതപ്രസംഗം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേരെ എതിർപ്പുകൾ നേരിട്ട് കണ്ടുകൊണ്ട് സ്റ്റേജിൻ്റെ അടിയിൽ വിളിച്ചുകൊണ്ട് ആണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം കാണുമ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനുള്ള ഒരു ബോധമുണ്ടായി. ഏതായാലും ഈ അവസരത്തിൽ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും മഹത്തായ ഒരു ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വെച്ച് പ്രസംഗികന്മാർ പറഞ്ഞതുപോലെ റെഫറൻസിന് ഏറ്റവും പറ്റിയ ഒരു ഗ്രന്ഥമായിട്ടാണ് ഇന്ന് അമാനി മൗലവിയുടെ ഈ ഖുർആൻ പരീക്ഷ കാണുന്നത്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു പള്ളി ഉണ്ടാക്കുന്നതിന് വേണ്ടി മുമ്പ് ഞങ്ങൾ ശ്രമിച്ചപ്പോൾ MK ഹാജി പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുമ്പോൾ അത് ആരോ കേട്ടറിഞ്ഞതിന് ശേഷം അന്നത്തെ ഇവിടെ വൈസ് പ്രൊഫസർ ചാക്കോ ഞാൻ ചേലാരി ഹൈസ്കൂളിലെ PTA പ്രസിഡന്റായ കാര്യത്തിൽ പരിപാടി നടക്കുകയാണ്. അവിടെ ഒരു സ്റ്റേജിൽ ഇതുപോലെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളിവിടെ ഒരു പള്ളിക്ക് ശ്രമിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളോട് ആരാ പറഞ്ഞു ചോദിച്ചു. അല്ലേ, കേട്ടു. എന്താ കാരണം ചോദിക്കാൻ? ഒന്നല്ല, നിങ്ങൾ പള്ളിക്ക് ഇവിടെ സ്ഥലമെടുത്താൽ നിങ്ങൾ വലിയ നഷ്ടത്തിലാവും. കാരണം യൂണിവേഴ്സിറ്റി എഴുതി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പിന്നെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഉടമക്കാർ നിങ്ങൾക്ക് വിലക്ക് വിൽക്കും, നിങ്ങളുടെ തുച്ഛ വിലക്ക് അക്വയർ യൂണിവേഴ്സിറ്റി അക്വയർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ മാവൂർ ഫാക്ടറിയിൽ പോകുന്നതിൻ്റെ പകരം ഞാൻ MK ഹാജിയുടെ അടുത്ത് പോയി. ഹാജിയോട് ഈ വിവരം പറഞ്ഞപ്പോൾ നമുക്ക് ഗനിയോട് നേരിട്ട് സംസാരിക്കാമല്ലോ എന്ന് ഞങ്ങൾ രണ്ടാമത് ഇവിടെ വന്നു. അന്ന് ഈ ക്യാൻറ്റീൻ്റെ അടുത്താണ് പഴയ ഓഫീസ് ഉണ്ടായിരുന്നു. ഗനി സാഹിബിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ ഗനി സാഹിബ് പറഞ്ഞു, നിങ്ങളിതൊന്നും അന്വേഷിക്കണ്ട. അന്ന് നമ്മുടെ EP കുഞ്ഞാമത് മാസ്റ്റർ, പിന്നെ ചേരക്കോട്ട് മമ്മൂട്ടിയാജി, പിന്നെ ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ പിന്നെ കമ്മിറ്റിയിലുണ്ട്, ഈ പള്ളി കമ്മിറ്റിയിൽ. പിന്നെ നമ്മുടെ അന്ന് പ്രസിഡൻ്റായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ സംഗതി ചോദിച്ചപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ പള്ളി വേണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അവിടെ പിന്നെ തുടങ്ങിക്കോളി, ഒരു ഷെഡ് കെട്ടി നിസ്കാരം തുടങ്ങിക്കോളി. ആ നിസ്കാരം തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇത് അധികമൊന്നും പിന്നെ പറയേണ്ടി വന്നില്ല. അക്വസിഷൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, ഞങ്ങളെ കാര്യമല്ല എന്ന് തോന്നുന്നു. അന്ന് അദ്ദേഹം ഒരു ഉപദേശം നൽകി, നമുക്കിന്ന് പള്ളിയല്ല ആവശ്യം, പള്ളി എത്രയോ ഉണ്ട്. നമ്മുടെ പൂർവികന്മാരാണെങ്കിൽ രാവിലെ പള്ളിക്ക് പോയാൽ ജുമാക്ക് പോകുകയാണെങ്കിൽ ഉച്ചയ്ക്കടാ പള്ളിയിലെത്തുക. അത്ര ദൂരം നടന്നിട്ട് കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് ബാങ്ക് കൊടുത്തിട്ട് പള്ളിയിലേക്ക് പോയാൽ മതി, അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമുക്കിന്ന് വേണ്ടത്, നമുക്ക് നല്ല ത്യാഗികളായ മതപണ്ഡിതന്മാർ, നമുക്ക് ഏതൊരു പത്ത് നൽകാൻ കഴിയുന്ന എല്ലാ റെഫറൻസും ബുക്കും നോക്കി കഴിയുന്ന പണ്ഡിതന്മാരെയാണ് ആവശ്യം. അവർക്ക് വേണ്ടി സൗകര്യമുള്ളൊരു സ്ഥലമുണ്ടാക്കണം. അവരവിടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അവരെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. ഈ ഇസ്ലാമിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അതാണ് ഏറ്റവും വലിയ മാർഗം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്കതിനെ ശ്രമിക്കാമെന്ന് MK ഹാജി ചെയ്തു പോകുന്നു. ഇന്ന് കോഴിക്കോട്ടിൽ ഈ നമ്മുടെ ലൈബ്രറിയിൽ ഞാനിടയ്ക്ക് മെമ്പറായപ്പോൾ പോയി നോക്കാറുണ്ട്. വളരെയധികം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അതിൻ്റെ പടിഞ്ഞാറ് മൂലയിൽ ഷെൽഫുകൾ കാണാം. അതെല്ലാം തന്നെ ഞങ്ങൾ KP മുഹമ്മദ് മൗലവിയോടൊക്കെ ഇതിൻ്റെ പേര് ചോദിച്ചിട്ട് യൂണിവേഴ്സിറ്റി വഴിക്ക് വെച്ചാത്തതിൻ്റെ ഓർമ്മ. പക്ഷെ അത് ആരും ഉപയോഗപ്പെടുത്തി എനിക്കറിയില്ല, അപ്പോൾ ആരെങ്കിലും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം അത് ഞാനിപ്പോൾ ആ കാര്യം കൂടി ഓർക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഇന്നത്തെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഇസ്ലാമിനെ പറ്റി പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ത്യാഗം, നമുക്ക് സ്നേഹത്തെ കൂടെ തന്നെ സമാധാനത്തിന് കൂടെ തന്നെ ഇസ്ലാമിനെ സുന്ദരമായി അവതരിപ്പിച്ചുകൊണ്ടും ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് മാതൃക കാണിച്ചുകൊണ്ട് ഈ സമുദായത്തിൻ്റെ നഷ്ടപ്പെട്ട ആ പേര് വീണ്ടെടുക്കാൻ കഴിയും. അതിന് ഏറ്റവും വലിയ അവലംബമായി നമുക്ക് അമാനി മൗലവിയുടെ ഈ ഗ്രന്ഥം കാണാമെന്നുള്ള സംശയമില്ല. അള്ളാഹു അദ്ദേഹത്തോടു കൂടി ഈ കാര്യത്തിൽ പ്രവർത്തിച്ചവർക്കും എല്ലാ തക്കതായ പ്രയോജനം നല്ല മഹ്ശറയിൽ നൽകട്ടെ. നമ്മളെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
മർഹൂം മുഹമ്മദ് അമാനി മൗലവിയെക്കുറിച്ചുള്ള ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. അമാനി മൗലവിയെ നേരിൽ പരിചയപ്പെടുവാൻ എനിക്ക് അവസരമുണ്ടായിരുന്നിട്ടില്ല. എന്നിരുന്നാലും അമാനി മൗലവി എന്ന ഒരു മഹാ പണ്ഡിതൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിലൂടെയാണ്. പലപ്പോഴും വിശുദ്ധ ഖുർആൻ പഠന ഗവേഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരുന്നിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ, പ്രത്യേകിച്ച് നമ്മുടെ സർവകലാശാലയിൽ അറബി ഭാഷാ വകുപ്പിൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അവിടെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ധാരാളം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും വിശുദ്ധ ഖുർആനിന് ലഭിക്കേണ്ട അർത്ഥവ്യാപ്തികളെക്കുറിച്ച് വിലയിരുത്തേണ്ടതായി വന്നിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ അമാനി മൗലവി എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. അദ്ദേഹം എന്നെ സ്വാധീനിച്ചു എന്ന് തന്നെ പറയാൻ തോന്നാറുണ്ട് പലപ്പോഴും. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത ലാളിത്യം, അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കത, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ തഫ്സീറിൽ നിഴലിച്ച് കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പല തർക്കവിഷയങ്ങളും ഞാൻ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പരതി നോക്കുമ്പോഴെല്ലാം തന്നെ എനിക്ക് സ്വല്പം ആശ്വാസമാണ് ലഭിച്ചിരുന്നത്. കാരണം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരായ പല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ അദ്ദേഹം എടുത്തുദ്ധരിച്ചിട്ടുണ്ടായിരിക്കും. ചില അഭിപ്രായങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് യോജിപ്പില്ലാത്തതായിരുന്നെങ്കിലും അദ്ദേഹം അവ ഉദ്ധരിക്കുവാൻ ശ്രമിച്ചതായി കണ്ടിട്ടുണ്ട്. ഈ സവിശേഷത അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു വലിയ മാഹാത്മ്യമാണ് വിളിച്ചോതിയിരുന്നത്. സ്വന്തം ഇളയമ അഥവാ പിതാവിൻ്റെ രണ്ടാം ഭാര്യ വെള്ളം മന്ത്രിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ കർക്കശമായ ശൈലിയിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ശ്രമിച്ചിരുന്ന അദ്ദേഹം പക്ഷേ അവരോട് സ്നേഹവും മമതയും കാണിച്ചിരുന്നതായി മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നാട്ടിലെ അറിയപ്പെട്ടിരുന്ന മമ്മുമല്ല
അവർക്ക് ഖുർആൻ പാരായണത്തിന് ഹൃദ്യമായ ഒരു കഴിവുണ്ടായിരുന്നതിനെക്കുറിച്ച് ജനങ്ങൾ അദ്ദേഹം ഖുർആൻ ഹൃദിസ്ഥമാക്കിയത് കൊണ്ടല്ല, മറിച്ച് ജിന്ന് വന്ന് അദ്ദേഹത്തിന് ഓതിക്കൊടുക്കുന്നത് കൊണ്ടാണ് ആ ഭംഗി എന്ന് ചിലരെല്ലാം പ്രചരിപ്പിച്ചിരുന്നപ്പോൾ അമാനി മൗലവി അതിനെ വളരെ ശക്തമായി എതിർത്തിരുന്നുവെങ്കിലും ജിന്നിന് വേറെയും പല പണികളുമുണ്ട് എന്നർത്ഥത്തിൽ ഈ ജിന്ന് വിശ്വാസത്തെ അദ്ദേഹം ശക്തമായി നിരസിച്ചിരുന്നുവെങ്കിലും അത്തരം ആളുകളോട് സ്നേഹത്തോടെ എന്നാൽ വാത്സല്യത്തോടെ പെരുമാറുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പഴയ സുന്നി ടൈംസ് പത്രാധിപർ അമാനത്ത് കോയണ്ണി മുസ്ലിയാരുടെ സഹോദരനായ അമാനി മൗലവിക്ക് എന്താണ് സഹിഷ്ണുത എന്ന് ആരും തന്നെ ഉപദേശിച്ചു കൊടുക്കേണ്ടതായി വന്നിരുന്നിട്ടില്ല. അദ്ദേഹം മരണാസന്നനായപ്പോൾ സുദീർഘമായ ഒരു വസിയത്ത് എഴുതി വച്ചിരുന്നു. ഈ വസിയത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ചില കാര്യങ്ങളും അത് അവതരിപ്പിക്കുവാൻ അദ്ദേഹം ഉപയോഗിച്ച ഭാഷാശൈലിയുമെല്ലാം തന്നെ ആരായിരുന്നു ഈ പ്രഗത്ഭ പണ്ഡിതൻ എന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തായിരുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ഏതാനും വരികൾ അതിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഓരോരുത്തർക്കും ചില ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടായിരിക്കും. ദോഷത്തിൽ മറ്റുള്ളവർ ഏകാഭിപ്രായക്കാരും ഗുണത്തിൽ ഏകോപിക്കാൻ കഴിയാത്തവരുമായിരിക്കും. എന്നാലും അത് ഗൗനിക്കുന്നത് ഏവർക്കും ഗുണമാണ്. മറ്റവൻ്റെ ദോഷത്തെ വകവെക്കാതെ കണ്ണടക്കുകയും ഗുണം ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ എല്ലാവർക്കും നന്മ വരും. അല്ലാത്ത പക്ഷം കൂടുതൽ തിന്മയും വരും. ക്ഷമയും വിട്ടുവീഴ്ചയും കൈക്കൊള്ളുകയും മറ്റൊരാളുടെ കുറ്റവും കുറവും നോക്കാതിരിക്കുകയും ചെയ്യണം. മറ്റൊരാളെപ്പറ്റി തെറ്റിദ്ധാരണ വെക്കരുത്. അല്ലാത്ത പക്ഷം ദുനിയാവിൽ സുഖമില്ലാതെയും ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാതെയും വന്നേക്കും എന്ന് അമാനി മൗലവി സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ഉൾക്കൊണ്ട പാഠങ്ങൾ നിരത്തി അദ്ദേഹത്തിൻ്റെ വസിയത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ അമാനി മൗലവിയുടെ വ്യക്തിത്വത്തിന് രൂപം കൊടുത്ത അദ്ദേഹത്തിൻ്റെ വളരെ ദൃഢമായ വിശ്വാസം, ആഖിറത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, വിശുദ്ധ ഖുർആനിലുള്ള വിശ്വാസം, ഇതെല്ലാം തന്നെ അദ്ദേഹം തൻ്റെ പല സന്ദർഭങ്ങളിലായ ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന് പുറമെ അദ്ദേഹം തൻ്റെ വസിയത്തിലും മക്കളോട് ഉപദേശിച്ചിട്ടുണ്ട്. ബാപ്പാക്ക് വല്ലാതെയൊന്നും സമ്പത്തുണ്ടാക്കി വെക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ സമ്പത്തുണ്ടാക്കണമെന്ന ഒരു മോഹം ഉണ്ടായിരുന്നിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സമ്പത്തുണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഭൗതികമായ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള അധ്വാന പരിശ്രമങ്ങൾ നടത്താതെ പോയത്. ഇങ്ങനെ സമ്പത്ത് വല്ലാതെയൊന്നും ഉണ്ടായില്ല എന്നത് അള്ളാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ് എന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം അദ്ദേഹം പറയുന്നു, ഈ സമ്പത്തുണ്ടായില്ല എന്ന ഒരു വശമുണ്ടെങ്കിലും ധാരാളം ബാധ്യതകളും കടങ്ങളും ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ
എനിക്കുണ്ടാകാതെ പോയി എന്നതും അള്ളാഹുവിന് ഞാൻ വളരെ സ്തുതി പറയേണ്ട കാര്യമാണ്. മക്കളോട് പറഞ്ഞു, ധാരാളമായി നിങ്ങൾക്ക് ഓഹരി ചെയ്തെടുക്കുവാനുള്ള സമ്പത്തില്ലെങ്കിലും ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കടങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം ബാക്കി വല്ലതും വന്നാൽ അത് നിങ്ങൾ പരസ്പരം തർക്കിക്കാനോ കലഹിക്കാനോ ഒന്നും ഇടയാവാത്ത വിധത്തിൽ അത് എടുത്തുകൊള്ളണം, അതുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊള്ളണമെന്ന്. ഈ ജീവിത വീക്ഷണം അദ്ദേഹത്തെ പരലോകത്ത് തീർച്ചയായും അത്യുന്നതമായൊരു പദവിയിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. നമുക്ക് സാധാരണഗതിയിൽ വിശ്വാസികളും മുസ്ലിങ്ങളും മൂമിനുകളും എല്ലാമായ ആളുകളെ രണ്ട് വിധത്തിൽ കാണാൻ കഴിയും. ഒന്ന്, ഹലാലിൻ്റെയും ഹറാമിൻ്റെയും പരിധികൾ വിട്ടുകിടക്കുന്നില്ല എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തന്നെ ധാരാളമായി ഭൗതിക വിഭവങ്ങൾ, സമ്പത്ത് ശേഖരിച്ചു കൂട്ടുവാനും സമ്പാദിക്കുവാനുമുള്ള അധ്വാന പരിശ്രമങ്ങളിൽ മുഴുകുക ഒരു വിഭാഗമാണ്. അതുപോലെ തന്നെ ഉയർന്ന സ്ഥാനമാനങ്ങൾ, പദവികളെല്ലാം നേടിയെടുക്കുവാൻ വേണ്ടി എന്ത് കഷ്ടവും പ്രയാസവും ത്യാഗവുമെല്ലാം സഹിക്കാൻ ഒരുങ്ങുന്ന ആളുകൾ ഒരു വശത്ത്. മറുവശത്ത് ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം നേടുവാൻ വേണ്ടി മാത്രമാണ്. സമ്പത്ത് വർദ്ധിപ്പിച്ചുണ്ടാക്കുവാൻ വേണ്ടിയോ ഉന്നതമായ സ്ഥാനപദവികൾ നേടി അതിൽ എൻ്റെ നാമം എന്നേക്കുമായി ഉല്ലേഖനം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുക്കുകയോ ചെയ്യും. ഇതിനു വേണ്ടി അല്ലാതെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം മോഹിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് പലപ്പോഴും ആളുകൾക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയാറില്ല. അള്ളാഹു നമ്മോട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഹബലുൽ വരീദ്, നിങ്ങളുടെ ജീവനാഡിയേക്കാൾ അടുത്തുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും തന്നെ അള്ളാഹുവിൽ നിന്ന് വിട്ട് വളരെ അകലെയാണ് നിൽക്കാറുള്ളത്. പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിലെത്തിയപ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ അള്ളാഹുവിനെ വിട്ട്, അള്ളാഹുവിനെ മറന്ന് പ്രവാചകനെ സ്നേഹിക്കുക എന്നതിലേക്ക് നാം വഴിതിരിഞ്ഞു പോകുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടി വരുന്ന ഒരു തലത്തിലേക്ക് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നു എന്ന്. പ്രവാചകൻ സൃഷ്ടിക്കപ്പെട്ടത് ഒരു പ്രകാശം കൊണ്ടാണ് എന്ന് ധരിക്കുകയും അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കപ്പെടുകയും ആ പ്രകാശം അള്ളാഹുവിൻ്റെ പ്രകാശവുമായി താതാത്മ്യം പ്രാപിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൂതൻ, അള്ളാഹുവിൻ്റെ ദൂതനും അള്ളാഹുവും എല്ലാം തന്നെ ആ ഒരു അത്ഭുതകരമായ അഭൗമമായ ആ പ്രകാശത്തിൽ നിന്നുള്ളതാണ് എന്നെല്ലാമുള്ള സങ്കല്പങ്ങൾ സൃഷ്ടിച്ച് പ്രവാചക സ്നേഹത്തിൻ്റെ പേര് ഉയർത്തിക്കൊണ്ടുവരികയും അള്ളാഹുവുമായുള്ള ബന്ധം അകന്നകന്നു പോവുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ ചിന്താധാര സൃഷ്ടിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ അള്ളാഹുവിനെ അടുത്തറിഞ്ഞ് മനസ്സിലാക്കുകയും അള്ളാഹുവിന് വേണ്ടി ജീവിക്കുവാനും മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ദൈവദൂതന്മാരെ ആരാധിക്കാതിരിക്കുവാനും പഠിപ്പിച്ച ഒരു ഗ്രന്ഥത്തിൽ നിന്ന്, ഒരു ഗ്രന്ഥത്തിൻ്റെ ആളുകളായ നാം അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നു. പക്ഷേ അമാനി മൗലവി തൻ്റെ തഫ്സീറുകളിലൂടെ അള്ളാഹുവുമായുള്ള മനുഷ്യൻ്റെ ആ ബന്ധത്തെ ശക്തമായി അവതരിപ്പിക്കുന്നത് കാണാം. പലപ്പോഴായി പല വാക്കുകളും സാങ്കേതിക പ്രയോഗങ്ങളുമെല്ലാം തന്നെ അമാനി മൗലവി എങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്ന് കൗതുകത്തിനു വേണ്ടി ഞാൻ പരിശോധിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഖലീഫ, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖലീഫയാക്കി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്താണ് ഖലീഫക്ക്
അമാനി മൗലവി കൊടുത്ത വിശദീകരണം എന്ന് ഒരു കൗതുകത്തിനു വേണ്ടി ഞാൻ പരതി നോക്കിയിട്ടുണ്ട്. അമാനി മൗലവി ഒരുപക്ഷെ എന്നെ ഖണ്ഡിതമായ ഒരു ഉത്തരം നൽകി തൃപ്തിപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ പറയും. പക്ഷേ അമാനി മൗലവി ഇബ്നു കസീർ തുടങ്ങിയുള്ള എല്ലാ മുൻകാല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും തന്നെ ഖിലാഫത്തിനെ കുറിച്ച് വിശദമായി വിവരിക്കുന്നത് ഈ തഫ്സീറിലും കാണാം. ഖലീഫ എന്നതിന് വ്യാഖ്യാനം നൽകുന്നതിൽ നിന്ന് എന്തുകൊണ്ടോ സ്വല്പം വിട്ടുനിൽക്കുകയും ചെയ്തു. ഇത് സൂക്ഷ്മത കൊണ്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഖലീഫ അള്ളാഹുവിൻ്റെ പ്രതിനിധി എന്ന നിലക്ക്, ഭൂമിയിലുള്ള അള്ളാഹുവിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് വ്യാഖ്യാന വിശദീകരണം നൽകിയാൽ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ഒരു പ്രതിനിധിക്ക് ഈ ഭൂമിയിലുണ്ടാവുമ്പോൾ ദിവ്യത്വത്തിൻ്റെ അംശം വന്നു ചേരില്ലേ? അങ്ങനെ ഒരു വാദഗതി പിൽക്കാലത്ത് ആരെങ്കിലും ഉന്നയിക്കില്ലേ എന്ന് ആശങ്കിച്ചത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. പല പണ്ഡിതന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും ഖലീഫ എന്ന വാക്കിന് വ്യാഖ്യാനം നൽകുന്നിടത്തു നിന്നും ഒഴിഞ്ഞ് ഖിലാഫത്ത് എന്താണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് കാണാം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഹൂദികൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, എന്താണ് റൂഹ് എന്നത്. റൂഹിന് എന്താണ് അമാനി മൗലവി വ്യാഖ്യാനം നൽകിയത് എന്ന് താല്പര്യപൂർവ്വം ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. ഇവിടെയും റൂഹ് എന്താണ് എന്ന് പറയുന്നിടത്ത് കൃത്യമായ ഒരു ഖണ്ഡിതമായ ഉത്തരം ലഭിക്കുന്നതിന് പകരം എല്ലാ പണ്ഡിതന്മാരും ചെയ്തു വെച്ചത് അള്ളാഹുവിൽ നിന്നുള്ളൊരു കാര്യമാണ്. അംറു മിൻ അംരി റബ്ബി എന്ന് പറയാൻ ഖുർആൻ നബിയോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അംറ് എന്നതിന് പകരം, അംറിന് കാര്യം എന്നർത്ഥം കൊടുക്കുന്നതിന് പകരം കൽപ്പന എന്ന് അർത്ഥം കൊടുത്താൽ എന്താണ് കുഴപ്പമെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അംറ് എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡ്, ഒരു കൽപ്പന. നമ്മളിന്ന് ഈ കാലഘട്ടത്തിൽ പലതരം കമാൻഡുകളെ, ഇലക്ട്രോ മാഗ്നറ്റിക് കമാൻഡുകളും നമ്മുടെ കമ്പ്യൂട്ടറുകളെല്ലാം ഇറക്കിവിടുന്ന കമാൻഡുകളും, ഇങ്ങനെ കമാൻഡ്, കൽപ്പന ധാരാളമായുണ്ട്. എന്തുകൊണ്ട് കമാൻഡ് എന്നർത്ഥം ഇതിന് കൊടുത്തുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഒരാശയക്കുഴപ്പത്തിനും വകയില്ലാത്ത വിധം അള്ളാഹുവിൻ്റെ ഒരു കമാൻഡ് ഇവിടെ പ്രവർത്തിക്കുന്നു. മനുഷ്യൻ ഇവിടെ ജീവനുള്ള സജീവമായ ഒരു ജീവിയായി മാറുന്നു എന്ന് മനസ്സിലാക്കാം. പക്ഷേ സൂക്ഷ്മത ഈ രംഗത്തെല്ലാം തന്നെ പല പണ്ഡിതന്മാരെയും പല വ്യാഖ്യാതാക്കളെയും നിയന്ത്രിച്ചതുപോലെ അമാനി മൗലവിയും വളരെ സൂക്ഷ്മത ഈ രംഗത്ത് കാണിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് അമാനി മൗലവിയെക്കുറിച്ച് കുറച്ചുകൂടി പറയുവാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സന്ദർഭം അതിനനുവദിക്കുന്നതല്ല എന്നതുകൊണ്ടും അധ്യക്ഷൻ്റെ താക്കീത് പരിഗണിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അമാനി മൗലവിക്കും നമുക്കുമെല്ലാം തന്നെ അല്ലാഹു തആല ഒരു പവിത്രമായ പരിശുദ്ധമായ ഒരു സ്ഥാനം അവിടെ പരലോകത്ത് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള പണ്ഡിത നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ധന്യമായ ഒരു ജീവിത മാതൃക പിൻതലമുറക്ക് നൽകിക്കൊണ്ട് നമ്മുടെ മുമ്പേ കടന്നുപോയ മഹാധന്യനായ ഒരു പണ്ഡിതൻ്റെ
പരിഭാഷയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ എനിക്ക് നൽകിയിട്ടുള്ള വിഷയത്തിൻ്റെ ഹിൻഡിൽ അതിന് നൽകിയിട്ടുള്ള സൂചനയിൽ ഊന്നി നിന്നുകൊണ്ട് ഖുർആൻ പരിഭാഷകളുടെ ചരിത്രത്തിലൂടെ ഒരു ഓട്ട പ്രദക്ഷിണവും അതിനെ മുൻനിർത്തിക്കൊണ്ട് അമാനി മൗലവി നിർവഹിച്ചിട്ടുള്ള പരിഭാഷയെ സംബന്ധിച്ചുള്ള സംക്ഷിപ്തമായ ഒരു വിശകലനവുമാണ്. അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം വായിച്ചിട്ടുള്ള ഒരു വായനക്കാരൻ എന്നുള്ള നിലക്കാണ് ഞാനതിനെ സമീപിക്കുന്നത്. പരിഭാഷകളുടെ ചരിത്രം നമ്മളെടുത്തു നോക്കിയാൽ പരിഭാഷകളുടെ ചരിത്രത്തെപ്പറ്റി ആധികാരികമായി പഠിച്ചിട്ടുള്ള ഡോക്ടർ ഹമീദുള്ള ട്രാൻസ്ലേഷൻ ഓഫ് ദി ഖുറാൻ ഇൻ എവരി ലാംഗ്വേജ് എന്ന പുസ്തകത്തിൽ ലോകത്ത് കടന്നു വന്നിട്ടുള്ള പരിഭാഷകളെപ്പറ്റി വിശദമായ പഠനം നടത്തിയിട്ടുണ്ട്. അതുപോലെ ലോകത്ത് ഉണ്ടായിട്ടുള്ള വ്യത്യസ്ത ഭാഷകളിലെ ഖുർആൻ പരിഭാഷകൾ ശേഖരിക്കുകയും ചിലതൊക്കെ പുനഃപ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഡോക്ടർ ഹസൻ മുആയർജി പരിഭാഷകളുടെ ലോകത്തെ നമുക്ക് മുമ്പിൽ കൊണ്ടുവരുന്ന അതികായനായ മറ്റൊരു വ്യക്തിയാണ്. ഖുർആൻ പരിഭാഷ രംഗത്തെ പ്രഥമ സംരംഭങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ 1-ാം ശതകത്തിൻ്റെ അവസാന പകുതിയിൽ അമുസ്ലിങ്ങൾ തയ്യാറാക്കിയ സുറിയാനി പരിഭാഷ, അതുപോലെ ഹിജ്റ 127 തയ്യാറാക്കപ്പെട്ട ബാർബേറിയൻ പരിഭാഷ, ഹിജ്റ 255 മുമ്പ് തയ്യാറാക്കിയ മൂസബിൻ യസാർ അൽ അൻസ്വാരിയുടെ പേർഷ്യൻ വാച പരിഭാഷ എന്നിവയൊക്കെ ആദ്യകാല പരിഭാഷകളിൽപ്പെട്ടതാണ്. മുസ്ലിം സമൂഹങ്ങളുടെ പരിഭാഷയിൽ മൻസൂർ ബിൻ നൂഹിൻ്റെ ഭരണകാലത്ത് ഇമാം തൊബരിയുടെ വ്യാഖ്യാന സംഗ്രഹ സഹിതം പുറത്തിറക്കപ്പെട്ട പേർഷ്യൻ പരിഭാഷയും ശ്രദ്ധേയമായ മറ്റൊന്നാണ്. യൂറോപ്യൻ ഭാഷകളിൽ ലാറ്റിനിലാണ് ആദ്യമായി പരിഭാഷ ഇറങ്ങുന്നത്. പീറ്റർ വെനറബിളിൻ്റെ അധ്യക്ഷതയിലുള്ള ഒരു വൈജ്ഞാനിക സഭയുടെ ആഭിമുഖ്യത്തിൽ 1143 ഇത് തയ്യാറാക്കപ്പെട്ടത്. മാർട്ടിൻ ലൂതറിൻ്റെ നിർദ്ദേശത്തോടെ 1543 ഇത് പ്രിന്റ് ചെയ്യപ്പെട്ടു. ഇംഗ്ലീഷ് പരിഭാഷകളുടെ ചരിത്രത്തിൽ ആദ്യ ഇംഗ്ലീഷ് പരിഭാഷ 1649 ലണ്ടനിൽ നിന്ന് ഒരു അമുസ്ലിമിൻ്റെതായ അലക്സാണ്ടർ റോസിൻ്റെ പരിഭാഷ രംഗത്ത് വരികയുണ്ടായി. ഈ പരിഭാഷകളെ സംബന്ധിച്ചൊക്കെ യൂസുഫ് അലി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ ആമുഖത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ ആദ്യമായി ഒരു പരിഭാഷ തയ്യാറാക്കിയിട്ടുള്ളത് 1905 പാട്യാലയിലെ മുഹമ്മദ് അബ്ദുൽ ഹക്കീം ഖാൻ ആണ്. ആദ്യമായി ഇംഗ്ലീഷിലേക്ക് ഖുർആൻ വിവർത്തനം ചെയ്ത മുസ്ലിം. പരിഭാഷകളുടെ ലോകത്ത് നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ പരിഭാഷകൾ ഇന്ന് ലോകത്തുള്ളത് ഉറുദു ഭാഷയിലാണ്. ഉറുദു പരിഭാഷകളിൽ മുൻഗാമിയായിട്ടുള്ളത് ഡൽഹിയിലെ ഷാ അബ്ദുൽ ഖാദർ ആണ്. അദ്ദേഹത്തിൻ്റെ മരണം AD 1826 ഏറ്റവും ആദ്യത്തെ ഉറുദു പരിഭാഷ അദ്ദേഹത്തിൻ്റെതാണ്. മലയാള പരിഭാഷകളുടെ ലോകത്തേക്ക് വരുമ്പോൾ മലയാളത്തിൽ പരിഭാഷ ഇറക്കുക എന്നുള്ളത് ഗുരുതരമായ ഒരു കുറ്റമായി കണ്ടിരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു നഖചിത്രം പി ഗോവിന്ദപിള്ള അദ്ദേഹത്തിൻ്റെ PGയുടെ വായനാലോകം എന്ന പുസ്തകത്തിൽ അദ്ദേഹം മുഹമ്മദ് മൈദീനിൻ്റെ മലയാളത്തിൽ എഴുതിയിട്ടുള്ള സമ്പൂർണമായ പരിഭാഷകൾ, ആദ്യകാല പരിഭാഷകളിലൊന്നായിട്ടുള്ള ഈ പരിഭാഷയുടെ മുഖവുരയിൽ മുട്ടാണിശ്ശേരി മൗലവി എഴുതിയിട്ടുള്ള ചില വരികൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പരിഭാഷയെ സംബന്ധിച്ച് അക്കാലത്തുള്ള ആളുകളുടെ പ്രവണത അതിൽ വെളിവാകുന്നുണ്ട്. ഒരു വലിയ കേന്ദ്രത്തിൽ എൻ്റെ ഒരു പ്രഭാഷണ പരിപാടി, മുട്ടാണിശ്ശേരി പറയുകയാണ്, വൈകുന്നേരം
രാവിലെ സംഘാടകർ ഒരു പണ്ഡിതനുമായി എൻ്റെ മുറിയിൽ വന്നു. ഖുർആൻ പരിഭാഷ ചെയ്യുന്നത് ഹറാമാണ്, വലിയ പാപം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മൂസാ നബി ഹിബ്രു സംസാരിച്ചു, ദാവൂദ് നബി ലാറ്റിൻ, ഈസാ നബി സുറിയാനി, എന്നാൽ ഇവരുടെ എല്ലാം വാക്കുകൾ ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുള്ളതെല്ലാം അറബി ഭാഷയിൽ. ഈ തർജ്ജമ ആരാണ് ചെയ്തത്? ഈ ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ അവർ ഇറങ്ങിപ്പോയി എന്ന് മുത്താനിശ്ശേരി പറയുന്നുണ്ട്. ഇങ്ങനെ വളരെ കടുത്ത പ്രതിസന്ധിയുള്ള ഒരു ഘട്ടമായിരുന്നു മലയാളത്തിൽ പരിഭാഷ ഇറക്കുക എന്നുള്ളത്. മലയാളക്കരയിൽ ആദ്യമായ ഒരു പരിഭാഷ പുറത്തു വരുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. കണ്ണൂർ അറക്കൽ കൊട്ടാരത്തിലെ മൊഹിദ്ദീൻ ഇബ്നു അബ്ദുൽ ഖാദിർ മായൻകുട്ടി ഇളയ എന്ന പണ്ഡിതൻ തർജമത്തു തഫ്സീരിൽ ഖുർആൻ എന്ന പേരിൽ ഒരു പരിഭാഷയുടെ പ്രവർത്തനം 1855 ആരംഭിച്ചു. 15 വർഷം കൊണ്ട് രചന പൂർത്തീകരിച്ചു. അറബി മലയാള ലിപിയിലുള്ള 6 വാള്യങ്ങളിലുള്ള ഈ പരിഭാഷയുടെ പ്രസിദ്ധീകരണം ഹിജ്റ 1294 പൂർത്തിയായി. തഫ്സീർ ജലാലേനിയെ അവലംബമാക്കിയാണിത് തയ്യാറാക്കിയത്. ഈ പരിഭാഷയിൽ സൂറത്തു സ്വാദ് 29-ാം വചനത്തിൻ്റെ പരിഭാഷ ഇങ്ങനെയാണ്: ഇതാകുന്നത് ബർക്കത്താക്കപ്പെട്ട കിതാബായിരിക്കും, അതിനെ നമ്മൾ ഇറക്കിയിരിക്കുന്നു മുഹമ്മദ് എന്ന നബിയെ തങ്ങളെ കൊള്ളെ. അത് എന്തിന്? അതിൻ്റെ ആയത്തുകൾ അവൻ ഉറുതി വിചാരിക്കുവാൻ വേണ്ടിയും എന്ന്. എന്ത്? ഈ ഖുർആനാകുന്നത് പെരുത്തതായ ഖൈർ ഉടയ ബർക്കത്താക്കപ്പെട്ട കിതാബായിരിക്കും, അതിനെ ഞാൻ ഇറക്കിയിരിക്കുന്നു എൻ്റെ പിരിശത്തിൻ്റെ തനിമയാക്കപ്പെട്ട മുഹമ്മദ് എന്ന നബി തങ്ങളെ അളയിൽ എന്ന് അതിൽ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് മലയാള പരിഭാഷകൾ നമ്മൾ എടുത്തു നോക്കിയാൽ 25ഓളം മലയാള പരിഭാഷകൾ ഇന്ന് മലയാളത്തിൽ ലഭ്യമാണ്. അതിൽ 1918 ശ്രദ്ധേയമായിട്ടുള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിൻ്റെ ദീപികയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പരിഭാഷയിൽ നിന്നാണ് റഹ്മാൻ, റഹീം എന്നിവക്ക് പരമകാരുണികൻ, കരുണാനിധി എന്നീ പരിഭാഷകൾ യഥാർത്ഥത്തിൽ ആദ്യമായി പ്രയോഗിച്ചത് അദ്ദേഹമാണ്. അതുപോലെ 1954 മൗലവി പി മുഹമ്മദ് ഇടശ്ശേരിയുടെ പരിഭാഷ രംഗത്ത് വന്നിരുന്നു. അതിൽ അദ്ദേഹം സൂറ എന്നുള്ളതിന് സംഹിത എന്നാണ് പറയുന്നത്. അദ്ദേഹം അതിൻ്റെ ഫാത്തിഹയുടെ ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയാണ്, ഒരു സംഹിതയിൽ ഒന്നിലേറെ ആയത്തുകളുണ്ട്. ആയത്ത് എന്ന പദത്തിന് രേഖ എന്നാണ് പരിഭാഷയായി ചേർത്തിരിക്കുന്നത്. വാക്യമെന്ന് പരിഭാഷപ്പെടുത്തുന്നത് വ്യാപകമായിരിക്കില്ല. ഒരു ആയത്തൊരു വാക്യമോ ഒരു വാക്യത്തിൻ്റെ ഒരു അംശമോ മാത്രമേ ആകാം. ചിലപ്പോൾ ഒന്നിലധികം വാക്യങ്ങൾ ഒരായത്തിൻ്റെ പരിധിയിൽ പെട്ടിരിക്കുന്നതായും കാണാം. എന്നാൽ ഏത് വിവക്ഷയിലും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഓരോ ആയത്തും സത്യവിജ്ഞാനത്തിൻ്റെ ഓരോ രേഖയാണെന്നതിൽ സന്ദേഹമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജുസ്ഇന് ഭാഗമെന്നും അധ്യായത്തിന് സൂറത്തിന് സംഹിത എന്നും ആയത്തിന് രേഖ, ഇങ്ങനെയാണ് വിഭജനത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ രീതിയിലാണ് അതിനെ സമീപിക്കുന്നത്. ഇതേപോലെ മുഹമ്മദ് മൈദീൻ വക്കത്തിൻ്റെ പരിഭാഷ സമ്പൂർണമായ രീതിയിൽ പിൽക്കാലത്ത് അദ്ദേഹം 1930 മുതൽ 54 വരെ എഴുതി തീർത്തിട്ടുള്ള ആ പരിഭാഷ പിൽക്കാലത്താണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ മലയാളത്തിലുള്ള ഈ 25 പരിഭാഷകളിൽ എന്തുകൊണ്ടും പരിഭാഷ എന്നുള്ളവർക്ക് 1-ാം സ്ഥാനം തിരഞ്ഞെടുത്ത് കൊടുക്കാവുന്ന ഒരു പരിഭാഷ ഉണ്ടെങ്കിൽ അത് അമാനി മൗലവിയുടെ പരിഭാഷയാണ് എന്ന് നമുക്ക് വിവിധ തലങ്ങളിലായുള്ള അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളിലൂടെ നമുക്ക് ബോധ്യം വരുന്ന ഒരു കാര്യമാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ ചരിത്രം, അദ്ദേഹം ജനിച്ചിട്ടുള്ളത് 1906 എന്നും 1909 എന്നുമൊക്കെ പലരും പലയിടത്തായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അമാനി മൗലവിയുടെ പരിഭാഷയിൽ അതിൻ്റെ ഒരു കുറിപ്പിൽ അറബി ഭാഷ അദ്ദേഹത്തെ പറ്റി മറ്റുള്ള ആളുകൾ എഴുതി വെച്ചിട്ടുള്ളത് 14/9/1329 അദ്ദേഹത്തിൻ്റെ ജനനമെന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം മരിച്ചിട്ടുള്ള തീയതി വളരെ വ്യക്തമാണ്. അത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കിടയിലും എല്ലാം വളരെ പ്രസിദ്ധമായിട്ടുള്ള സംഗതിയാണ്. അദ്ദേഹം മരിച്ചിട്ടുള്ളത് 2/11/1987 തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച 4 മണിക്കാണ് പ്രഭാതം 4 മണിക്കാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. ഈ തീയതി അറബി തീയതിയുമായിട്ട് യോജിക്കുന്നത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ
10/3/1408 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ഇത് രണ്ടും തമ്മിലുള്ള താരതമ്യം കാൽക്കുലേഷനിലൂടെ നമുക്ക് ബോധ്യം വരുന്ന കാര്യമാണ്. എന്നാൽ അമാനി മൗലവി മരിച്ചിട്ടുള്ളത് 79ാമത്തെ വയസ്സിലാണ് എന്നതും പൊതുവിൽ കുടുംബാംഗങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ജനിച്ചിട്ടുള്ളത് 1909 എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി പരിഭാഷയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള അറബി വർഷം കൃത്യമായ ഒരു വ്യക്തത ഉള്ളതല്ല എന്നാണ് തോന്നുന്നത്. അമാനത്ത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പേര്. അമാനി എന്നുള്ളത് അതിൽ നിന്ന് വന്നതാണ്. പെരിന്തൽമണ്ണക്കടുത്ത പട്ടിക്കാട് ആണ് അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം. പിതാവ് അമാനത്ത് ഹസൻകുട്ടി മുസ്ലിയാർ, മാതാവ് വിളക്കണ്ടത്തിൽ ആമിന. പട്ടിക്കാട് സ്കൂളിൽ 8ാം തരം വരെ വിദ്യാഭ്യാസം. അന്നത്തെ 8ാം തരം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്നുള്ള ഒരു PGക്ക് സമാനമായ അത്തരത്തിലുള്ള വിവരങ്ങൾ ആർജിക്കാവുന്ന വിദ്യാഭ്യാസമാണ്. പിന്നീട് അദ്ദേഹം തൻ്റെ പിതാവ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവായി രംഗത്തുണ്ടായിരുന്നു. പട്ടിക്കാട്, തോഴന്നൂര്, താനാളൂര്, അരീക്കോട് തുടങ്ങിയ പള്ളി ദർസുകളിൽ അദ്ദേഹം പഠിച്ചു. തുടർന്ന് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ രാജഗിരിയിലെ അൽ മദ്രസത്തുൽ കാസിമിയയിൽ ഉന്നത പഠനം നടത്തി. 1936 അദ്ദേഹത്തിൻ്റെ 27ാമത്തെ വയസ്സിൽ മൗലവി ഫാദിൽ അൽ ഖാസിമി ബിരുദം നേടി അദ്ദേഹം പുറത്തു വന്നു. 1936 പട്ടിക്കാട് അദ്ദേഹം ദർസ് തുടങ്ങി. 1938 അവിടെ നിന്ന് അദ്ദേഹം തോഴന്നൂരിലേക്ക് മാറി. അവിടെ ശിഷ്യന്മാർക്ക് പത്രവായന ഏർപ്പെടുത്തിയിരുന്നു. ശിഷ്യന്മാരെ പത്രം വായിക്കുന്നതിൽ നീരസം തോന്നിയ അക്കാലത്തെ പല മുസ്ലിയാക്കന്മാരും മറ്റു പല അധികാരികളും ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തോട് അത് നിർത്താൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം അത് നിർത്താൻ കൂട്ടാക്കിയില്ലത് മാത്രമല്ല 1940 അവിടെ നിന്ന് രാജിവെച്ച് പോവുകയുണ്ടായി. 1941 മൊറയൂരിൽ അദ്ദേഹം റിലീജിയസ് സ്കൂൾ തുടങ്ങി. പിന്നീട് മൊറയൂർ ഹൈസ്കൂളായി മാറിയത് ഇതാണ്. സ്വന്തമായ പാഠ്യപദ്ധതി അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. അമാനി മൗലവിയുടെ വ്യക്തിത്വം ശ്രദ്ധേയമായി 3 ബിന്ദുക്കളിൽ കേന്ദ്രീകരിക്കുന്നു. ഒന്ന്, അദ്ദേഹം ഏറ്റവും പ്രഖ്യാതനായിട്ടുള്ള ഒരു രചയിതാവായിരുന്നു. 2, അദ്ദേഹം അനന്യനായ ഒരു വിദ്യാഭ്യാസ ചിന്തകനും സ്വന്തമായി വിദ്യാഭ്യാസ കാഴ്ചപ്പാടുള്ള ആളും പാഠ്യപദ്ധതികളൊക്കെ തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയുമാണ്. അതോടൊപ്പം ഏറ്റവും പക്വമതിയായ മാതൃകാധന്യനായ ഒരു പണ്ഡിതനുമായിരുന്നു. 1946 മഞ്ചേരി ആനക്കയത്ത് നടന്നിരുന്ന റൗലത്തുൽ ഉലൂം അറബി കോളേജിൽ അധ്യാപകനായി. പിന്നീട് ആ റൗലത്ത് ഫറോക്കിലേക്ക് മാറുന്നത് വരെ അവിടെ അദ്ദേഹം തുടർന്നു. പിന്നീട് മഞ്ചേരിയിൽ അമാനിയ ബുക്ക് സ്റ്റാൾ തുടങ്ങി. 2 വർഷത്തിന് ശേഷം ഈ ബുക്ക് സ്റ്റാൾ പട്ടിക്കാട്ടേക്ക് മാറ്റി. എടവണ്ണ ജാമിയ നദീവയിൽ ആരംഭകാലത്ത് അദ്ദേഹം അധ്യാപകനായി സേവനം ചെയ്തിരുന്നു. പിന്നീട് പ്രിൻസിപ്പാലായി. അതോടൊപ്പം തന്നെ KNM വിദ്യാഭ്യാസ ബോർഡിൻ്റെ ചെയർമാനായി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ വൈദഗ്ധ്യം പ്രകടമാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു തൂലികാകാരൻ എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധേയനായ, അക്കാലത്ത് വളരെ കുറഞ്ഞ തൂലികാകാരന്മാർ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് മുസ്ലിം വനിത, മുസൽമാൻ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലും യുവകേസരി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയുടെ ചില ഭാഗങ്ങൾ യുവകേസരിയിൽ പരിഭാഷ ചെയ്ത് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള പുസ്തകങ്ങൾ, അതിൽ ചിലത് ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം സ്വതന്ത്രമായി രചിച്ചിട്ടുള്ള ചില ഖുർആൻ സൂറകളുടെ പരിഭാഷകളാണ്. സൂറത്തു നൂർ, സൂറത്തു യൂസുഫ്, സൂറത്തു മറിയം, സൂറത്തു ലുഖ്മാൻ, സൂറത്തു ത്വാഹ എന്നിവയുടെ പരിഭാഷകൾ. അതോടൊപ്പം ഇസ്ലാമിക ചരിത്രം, ഇമാം മാലിക്കിൻ്റെ കത്ത്, ഇമാം ഷാഫിയുടെ യാത്ര, മുതലിടപാടുകളും നബിവാക്യങ്ങളും, നൂഹ് നബിയുടെ കപ്പൽ, ദുറൂസു താരിഖുൽ ഇസ്ലാം പാഠപുസ്തകം, അസുന്നത്തു വ മക്കാനത്തുക ഫി തശ്രീൽ ഇസ്ലാമി, ഇത് മുസ്തഫ സിബായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. അക്കാലത്ത് ഹദീസ് നിഷേധ പ്രവണത ശക്തിപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ പുസ്തകം, മുസ്തഫ സിബായിയുടെ ഈ പുസ്തകം രംഗത്ത് കൊണ്ടുവരികയും അത് പരിഭാഷപ്പെടുത്തുകയും വളരെ അധികം വിപുലമായ ധാരാളം പേജുകളുള്ള ആ പുസ്തകം
അന്നത്തെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അതിനെ മലയാളികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ പുസ്തകം നമ്മൾ അടിമുടി വായിച്ചു നോക്കിയാൽ എക്കാലത്തുമുള്ള ഹദീസ് നിഷേധ പ്രവണതകളുടെ ചരിത്രം ആപാദചൂടം അപഗ്രഥിക്കുകയും വളരെ വ്യക്തമായ രീതിയിൽ അതിനെ സംബന്ധിച്ചുള്ള മറുപടികൾ അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം സുവിശേഷം നിർമ്മലവും പൂർണ്ണവുമായതെങ്ങനെ എന്ന പുസ്തകം, ബൈബിളിൻ്റെ വിശ്വസനീയത എന്ന പുസ്തകം അലി അബ്ദുൽ റസാഖ് മദനിയുമായി ചേർന്നുകൊണ്ട്, അതുപോലെ വിധിയും മനുഷ്യനും എന്ന ഖലാഖദറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പുസ്തകം, നമ്മുടെ നബി, ഇസ്ലാമും പൗരധർമ്മവും, ഇസ്ലാമിക ജീവിതം, ജുമുഅ തുടങ്ങിയ പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ അനർഘമായ ഒരു മുത്തു തന്നെയാണ് വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ വിവരണമെന്നുള്ളത്. 1960 ഓഗസ്റ്റ് മാസത്തിൽ ഒലവക്കോട്ടെ KP മുഹമ്മദ് സാഹിബ് KM മൗലവിക്ക് അയച്ച ഒരു കത്താണ് ഈ പരിഭാഷ രംഗത്ത് വരാൻ പ്രേരകമായത്. പരിഭാഷ പ്രസിദ്ധീകരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം പ്രകടമാക്കി. അന്ന് ഈ കാര്യങ്ങൾക്കൊന്നും പണം ചെലവാക്കാൻ ആളുകൾ സന്നദ്ധമല്ലാത്ത സന്ദർഭത്തിൽ KP മുഹമ്മദ് സാഹിബ് പറഞ്ഞു, ആരെങ്കിലും ഒരു പരിഭാഷ എഴുതി തരികയാണെങ്കിൽ അത് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പണം ഞാൻ നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം KM മൗലവിക്ക് കത്തെഴുതി. അദ്ദേഹത്തിൻ്റെ സഹോദരനായ KP മൊയ്തീൻകുട്ടി സാഹിബും ഇതിൽ പങ്കുചേർന്നു. KM മൗലവി അത് സംബന്ധിയായി ആലോചിക്കുകയും 25 വർഷക്കാലം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അമരത്തുണ്ടായിരുന്ന അനന്യനായ നേതാവാണ് KM മൗലവി. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ ഊക്കോടുകൂടി മുന്നോട്ട് പോയിരുന്നത്. KM മൗലവി ഏതു നല്ല നിർദ്ദേശങ്ങളെയും പഠനവിധേയമാക്കി സാധിക്കാത്ത കാര്യങ്ങളും ചെയ്യാനുള്ള മാർഗങ്ങളും ഉണ്ട് എന്ന് അന്വേഷിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം അന്ന് വളരെ ചെറുപ്പക്കാരായിരുന്ന മുഹമ്മദ് അമാനി മൗലവി, അലവി മൗലവി എന്നിവരെയും കുറച്ചുകൂടെ പ്രായമുണ്ടായിരുന്ന PK മൂസ മൗലവിയെയും വിളിക്കുകയും അവരോട് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് അമാനി മൗലവിയും PK മൂസ മൗലവിയും അലവി മൗലവിയും കൂടിയാണ് അമാനി മൗലവിയുടെ പരിഭാഷ എന്ന് ഇന്ന് നമ്മൾ പറയുന്ന പരിഭാഷയുടെ രചനാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 1960 സെപ്റ്റംബർ 7 ളുഹർ നമസ്കാരാനന്തരം, അതൊരു ബുധനാഴ്ചയാണ്, 1380 റബീഉൽ അവ്വൽ 15, ഈ 2 തീയതികളും അമാനി മൗലവി തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യവുമാണ്. ആ വർഷങ്ങൾ അങ്ങും തെറ്റിപ്പോയിട്ടില്ല. അത് അറബി മാസവും ഇംഗ്ലീഷും ഗ്രിഗേറിയൻ മാസവും വളരെ കൃത്യമായ രീതിയിൽ യോജിക്കുന്നതാണ്. റബീഉൽ അവ്വൽ 15 അദ്ദേഹം ഈ ളുഹർ നമസ്കാരാനന്തരം പ്രവർത്തനം ആരംഭിച്ചു. ആദ്യം അദ്ദേഹം ഈ സംഘം രചിക്കാൻ തുടങ്ങിയത് സൂറത്തുൽ കഹ്ഫ് മുതൽ നാസ് വരെയുള്ള ഭാഗങ്ങളായിരുന്നു. അതിൻ്റെ കാരണം അന്ന് അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ പല ആളുകളാൽ പുറത്തിറക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഈ പുറത്തു വരാത്ത ഭാഗങ്ങൾ ആദ്യം പുറത്തു വരുത്തുക എന്നുള്ള നിലക്കാണ് ഈ രീതിയിൽ രചന ആരംഭിച്ചത്. 1962 സെപ്റ്റംബർ 28 വെള്ളി, അഥവാ ഏകദേശം 2 വർഷം കൊണ്ട് 28 വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് 1382 റബീഉൽ ആഖിർ 28 അതിൻ്റെ രചനാ വർക്ക് അദ്ദേഹം അതിൻ്റെ അവസാന പാർട്ടിൻ്റെ അഥവാ രണ്ടാമത്തെ പാർട്ടിൻ്റെ കഹ്ഫ് മുതൽ നാസ് വരെയുള്ള പാർട്ടിൻ്റെ രചന അദ്ദേഹം പൂർത്തിയാക്കി. ആ രചനയിൽ അലവി മൗലവി പങ്കെടുത്തിരുന്നു. മൂസ മൗലവി കഹ്ഫ് മുതൽ അൽ നംല് വരെയുള്ള ഭാഗങ്ങളിലും പങ്കെടുത്തു. ഇതിൻ്റെ പരിശോധന KM മൗലവിയാണ് നടത്തിയത്. 1963 രണ്ടാം പകുതി 1-ാം വാള്യം പുറത്തു വന്നു. 1974 6-ാം വാള്യം പ്രസിദ്ധീകരിച്ചതോടെ 2-ാം പകുതിയുടെ പ്രസാധനം പൂർത്തിയായി. അങ്ങനെ 1960 നിന്ന് 1974 14 വർഷം പിന്നിടുമ്പോൾ ഖുർആനിൻ്റെ സൂറത്തുൽ കഹ്ഫ് മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള ഭാഗങ്ങൾ പ്രസിദ്ധീകൃതമായി. അത് 6 വാള്യങ്ങളിലായിട്ട് ചെറിയ വാള്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നത്. തുടർന്ന് 1975 സെപ്റ്റംബർ 14 അമാനി മൗലവി മറ്റു ഭാഗങ്ങളുടെ രചന സ്വന്തമായി തന്നെ ആരംഭിച്ചു. അദ്ദേഹം സ്വന്തമായിട്ടാണ് ബാക്കി ഭാഗങ്ങൾ രചിക്കുന്നത്. ഫാത്തിഹ മുതലുള്ള അദ്ദേഹത്തിൻ്റെ രചന ആരംഭിക്കുകയും 1977 സെപ്റ്റംബർ 27 രചന പൂർത്തിയായി.
അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. 1397 ഷവ്വാൽ 14 ഈ ഭാഗങ്ങളുടെ പ്രസിദ്ധീകരണം ഇതിനിടയ്ക്ക് ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്ന KP മുഹമ്മദ് സാഹിബിൽ നിന്ന് മുജാഹിദീൻ ട്രസ്റ്റും, അതിനെ തുടർന്ന് അവർക്കും അത് സാധ്യമാകാതെ വന്നപ്പോൾ ഇതെങ്ങനെ പ്രസിദ്ധീകരിക്കും എന്നുള്ളതിനെപ്പറ്റി ആശങ്കാകുലരായിരുന്ന സന്ദർഭത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മറ്റൊരു 25 വർഷം കാൽവർഷം നേതൃത്വം കൊടുത്തിരുന്ന മഹാധന്യനായ KP മുഹമ്മദ് മൗലവിയോട് ഇക്കാര്യത്തെപ്പറ്റി പറയുകയും അദ്ദേഹം ഇതിനെപ്പറ്റി ആലോചിക്കുകയും അന്ന് ഈ കാര്യങ്ങളിലെല്ലാം മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന KNMന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന അലി അബ്ദുൾ റസാഖ് മദനി അദ്ദേഹം അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്ത് അത് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള സാമ്പത്തികമായിട്ട് വളരെ പരാധീനത അനുഭവിക്കുന്ന ആ സന്ദർഭത്തിൽ അതിന് മുൻകൂർ ബുക്കിംഗ് സ്വീകരിച്ചുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കാം എന്ന് തീരുമാനമെടുക്കുകയും അങ്ങനെ അവിടെ നിന്നങ്ങട്ടുള്ള വാള്യങ്ങൾ, 1-ാം വാള്യം 1979-ലും 6-ാം വാള്യം 1985 ഫെബ്രുവരിയിലും പ്രസിദ്ധീകരിച്ചു. ഇങ്ങനെ 12 വാള്യങ്ങളിലായി അതിൻ്റെ പ്രസിദ്ധീകരണം പൂർത്തിയായി. ഈ 1985 ഫെബ്രുവരി ഒരു ബലിപെരുന്നാൾ ദിനത്തിലാണ് ഇതിൻ്റെ 6-ാം വാള്യം പുറത്തു വന്നത്. ആ പെരുന്നാൾ ദിനം അമാനി മൗലവിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സന്തോഷത്തിൻ്റെ സുദിനം കൂടിയായിരുന്നു. അല്യവും അക്മൽത്തുലക്കും ദീനക്കും വാത്മംതു അലൈക്കും നിഅമതി വറദിയത്തുലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്തിനെ പറ്റി ചില തഫ്സീറുകളിലൊക്കെ പറയുന്നത് പോലെ അത് ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബലിപെരുന്നാളിൻ്റെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സന്ദർഭത്തിലാണ് അവതീർണമായത് എന്ന് പറയുന്നതിന് സമാനമായ രീതിയിൽ യഥാർത്ഥത്തിൽ അമാനി മൗലവിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ഒരു സന്ദർഭമായിരുന്നു അത്. അങ്ങനെ 25 വർഷം, 1/4 നൂറ്റാണ്ട് കാലം ഈ ഖുർആൻ പരിഭാഷയുടെ വായന, അതിൻ്റെ രചന, അതിൻ്റെ പ്രൂഫ് റീഡിംഗ്, അതിൻ്റെ ലേ ഔട്ടുകളുടെ ശ്രദ്ധിക്കൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി അദ്ദേഹം തൻ്റെ ജീവിതം പൂർണ്ണമായി അതിനുവേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അമാനി മൗലവിയുടെ മനസ്സിലുണ്ടായിട്ടുള്ള യഥാർത്ഥ ചിന്ത, അദ്ദേഹത്തിൻ്റെ പരിഭാഷ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ഒരു ജാരിയായ സദക്ക എന്നുള്ള നിലക്ക് നമ്മൾ പല ആളുകളും പലതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ഈ വെളിച്ചം, ഹിദായത്ത് കേരളത്തിലുള്ള ജനസഞ്ചയത്തിലേക്ക് പ്രവഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ മുന്നണി പോരാളിയായി സകലകാലവും കൂലി കിട്ടുന്ന ജാരിയായ ഒരു സദക്ക തൻ്റെ ആയുസ് കൊണ്ട് സ്ഥാപിച്ചു പോവുക എന്നുള്ള ഏറ്റവും നല്ല ഒരു നിയത്തോടു കൂടിയാണ് അമാനി മൗലവി പ്രവർത്തിച്ചത്. 1987 നവംബർ 2 കാലത്ത് 4 മണിക്ക് 10/3/1408 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയും ചെയ്തു. 2 വർഷത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ പരിഭാഷ നമ്മൾ എടുത്തു നോക്കിയാൽ അതിലെ മുഖ്യ അവലംബ ഗ്രന്ഥങ്ങൾ അദ്ദേഹം അത് വിവിധ തരത്തിലുള്ള നമ്മൾ ഇക്കാലത്ത് പ്രത്യേകം പഠനവിധേയമാക്കേണ്ട ചില കാര്യങ്ങളാണ്. പല ആളുകളും പലതും അനന്യമായി തള്ളുകയോ ചിലത് ഒന്നും നമ്മൾ നോക്കാൻ തന്നെ പാടില്ല എന്ന് പറയുകയോ മറ്റു പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വളരെ തലതിരിഞ്ഞ ഒരു പിന്തിരിപ്പൻ സമീപനം ഉയർന്നു വന്നിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അമാനി മൗലവി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള രചനാത്മകമായ സമീപനവും ഉയർന്ന സമീപനവും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും പരന്നു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ സമീപനവും ഈ കാലത്തുള്ള എല്ലാ പണ്ഡിതന്മാർക്കും മാതൃകാജന്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പരിഭാഷയിൽ അദ്ദേഹം ഇബ്നു ജരീറിനെയും ഇബ്നു കസീർ തുടങ്ങിയ പൗരാണികരായിട്ടുള്ള ആദ്യകാല തഫ്സീറുകളിലൊന്നായ ഇബ്നു ജരീർ തബരിയുടെ തഫ്സീറും മധ്യകാല തഫ്സീറുകളിലൊന്നായിട്ടുള്ള ഇബ്നു കസീറിൻ്റെ തഫ്സീറും അദ്ദേഹം കാര്യമായി അതിനവലംബിക്കുന്നതോടൊപ്പം എന്നാൽ മറ്റു തഫ്സീറുകളെ അദ്ദേഹം അഗണ്യകോടി തള്ളിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നില്ല. ഇമാം റാസിയുടെ തഫ്സീർ അദ്ദേഹത്തിൻ്റെ പരിശോധനയിൽപ്പെട്ട ഒന്നാണ്. റാസിയെ അക്കലാനി എന്ന് വിളിച്ചുകൊണ്ട് ബുദ്ധിപരമായ കാര്യങ്ങൾ കൂടുതൽ പറയുന്ന, ബുദ്ധിപരമായ വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് തള്ളിക്കളയുന്ന ഒരു പ്രവണത പൊതുവെ ലോകത്തുണ്ട്. എന്നാൽ ഇമാം റാസിയുടെ തഫ്സീറിൽ നിന്ന് പ്രയോജനപ്രദമായ കാര്യങ്ങളെ കൂട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതിൽ അമാനി മൗലവി ഒരിക്കലും അമാന്തം കാണിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ മുത്തസിലി വിശ്വാസക്കാരനായിരുന്ന കശാഫ് അഥവാ കശാഫിൻ്റെ ഇമാം സമഖ്ശരിയുടെ കശാഫ് എന്ന തഫ്സീറും അദ്ദേഹം അവലംബിച്ചിട്ടുണ്ട്. കശാഫ് തഫ്സീറിനെ പറ്റി പറയുന്നത് ഇബ്നു തൈമിയ്യ കശാഫ് തഫ്സീറിനെ പറ്റി പൊതുവിൽ പറയുന്നത് ഇബ്നു ഖൽദൂനൊക്കെ പറഞ്ഞിട്ടുള്ളത് ഭാഷയുടെ കാര്യത്തിൽ അനന്യമായ ഒരു തഫ്സീറാണ് അത് എന്നാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മുത്തസിലി വിശ്വാസങ്ങൾ അതിലുള്ളത് കൊണ്ട് വിദ്യാർത്ഥികൾ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഇബ്നു ഖൽദൂൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
ഇമാം നമക്ശരിയുടെ ഈ കശാഫും അമാനി മൗലവി അതിൻ്റെ ആവശ്യാനുസൃതമായ സ്ഥലങ്ങളിൽ അതിൻ്റെ ശരിയായ താളാത്മകതയോടുകൂടി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ബൈലാവിയുടെ തഫ്സീർ, നൈസാബുരിയുടെ തഫ്സീർ, റൂഹുൽ മആനി എന്നുള്ള ഭാഷാപരമായ തഫ്സീർ, ഫത്വൽ ഖദീർ എന്ന തഫ്സീർ, അതുപോലെ ആധുനിക തഫ്സീറുകളിൽ നിന്നുള്ള മറാഖി, അതുപോലെ ആധുനിക കാലഘട്ടത്തിലെ ആധുനിക ജനതയുടെ മനസ്സ് വായിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള തഫ്സീർ മനാർ, സഫത്തുൽ ഇർഫാൻ ഫരീദ് വജീദിയുടെ, അതുപോലെ ഫീ ലിലാലിൽ ഖുർആൻ ഇഖ്വാനിയായിട്ടുള്ള സയ്യിദ് ഖുത്ബിൻ്റെ ഫീ ലിലാലിൽ ഖുർആൻ എന്നുള്ള തഫ്സീറും അമാനി മൗലവി ആവശ്യാനുസൃതം അതിനെ വ്യവച്ഛേദന ബുദ്ധിയോടുകൂടെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള തൊൻതാവിയുടെ തഫ്സീറും അദ്ദേഹം അതിനെ വിവേചന ബോധത്തോടുകൂടെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഉറുദു തഫ്സീറുകളും ഇംഗ്ലീഷിൽ നിന്നുള്ള യൂസുഫ് അലിയുടെ തഫ്സീറും തർജുമാനുൽ ഖുർആൻ എന്നുള്ള അബുൽ കലാം ആസാദിൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾ വളരെയേറെ അധികം അപഗ്രഥിച്ചിട്ടുള്ള തർജുമാനുൽ ഖുർആനെയും അതുപോലുള്ള ഉറുദു തഫ്സീറുകളെയും അദ്ദേഹം അവലംബിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, അമാനി മൗലവിയുടെ പരിഭാഷ നമ്മളിങ്ങനെ വായിച്ചു പോവുകയാണെങ്കിൽ അതിൽ വ്യത്യസ്ത മേഖലകളുടെ സമ്യക്കായിട്ടുള്ള ഒരു സമന്വയം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ബൈബിളുകളിൽ നിന്നുള്ള ഉദ്ധരണികൾ നിരപ്പെ ഉദ്ധരിക്കുന്നത് കാണാം. ആവശ്യാനുസൃതം ഏതൊക്കെ സ്ഥലങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാക്കണമോ അവിടങ്ങളിലെല്ലാം. ബൈബിൾ അത്യധികം പഠിച്ചിരുന്ന, ബൈബിളിനെ സംബന്ധിച്ച് നല്ല ജ്ഞാനമുള്ള ഒരു മഹാപണ്ഡിതനായിരുന്നു അമാനി മൗലവി എന്ന് വേദപുസ്തക നിഘണ്ടുവിൽ നിന്നും ബൈബിളിൽ നിന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികൾ ഈ തഫ്സീറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരന്നു കിടക്കുന്നു. ഇന്ന് ചില ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇതിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു മുരടൻ വാദം പൊതുവെ ഉന്നയിക്കപ്പെട്ട് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അമാനി മൗലവി അതിൽ നിന്ന് വളരെയേറെ ഉയർന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങളെ നോക്കിക്കണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പരിഭാഷയിൽ അതേപോലെ ചരിത്രപരമായ കാര്യങ്ങളെ വളരെയധികം സൂക്ഷ്മമായ പഠനം നടത്തി അദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗോഗ് മഗോഗ്, യജൂജ് മാജൂജ്, ദുൽഖർനൈനി തുടങ്ങിയ ആളുകളെ പറ്റി, ദുൽഖർനൈനിയെ പറ്റിയുള്ള പഠനം, യജൂജ് മാജൂജിനെ പറ്റിയുള്ള പഠനം, അതിലൊക്കെ പഠനങ്ങൾ അതുവരെ വന്നിട്ടുണ്ടോ ആ പഠനങ്ങളെയൊക്കെ സൂക്ഷ്മമായ അപഗ്രഥന ബുദ്ധിയോടുകൂടെ നോക്കിക്കൊണ്ട് ഈ പരിഭാഷയുടെ ഭാഗമായി ചേർക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, വാനശാസ്ത്രം അതുപോലെ തന്നെ ആരോഗ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതിലുള്ള 2 ഉദ്ധരണികൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സമയം അവസാനിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. ഇനി കുറേ കാര്യങ്ങളുടെ അത് ഒരു ലേഖനമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പുറത്ത് വിടാം. സൂറത്തുൽ കഹ്ഫിലെ 150-ാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം എഴുതുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയാണ്, അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ജെയിംസ് അല്പം ചില കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ചില അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കും. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും അവൻ്റെ അറിവിൻ്റെ വിശാലതയെക്കുറിച്ചും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുവാൻ ആ തത്വങ്ങൾ പര്യാപ്തങ്ങളാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹം വാനശാസ്ത്രം ധാരാളം 2 പേജോളം എന്നിട്ട് അവിടെ അദ്ദേഹം വളരെ വിശദമായിട്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഉദ്ധരണി കൊടുക്കുകയും അതിനെപ്പറ്റിയുള്ള വിശകലനങ്ങൾ ചേർക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പരിഭാഷയുടെ 2102 പേജിൽ നമുക്ക് കാണാൻ കഴിയും. ഡോക്ടർ AC സൽമൺ MD അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ദീർഘായുസ്സും എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന സംഗതികൾ ഉദ്ധരിക്കുന്നത് ഇവിടെ സന്ദർഭോചിതമായിരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ പരിഭാഷയിൽ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതയെപ്പറ്റി മുഖവുരയിൽ പേജ് 140 അദ്ദേഹം മലയാള പരിഭാഷയ്ക്ക് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതയെപ്പറ്റി അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അതുപോലുള്ള പല കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പരിഭാഷയെ സംബന്ധിച്ച് സുന്നി പണ്ഡിതനായ സെയ്ദ് മുഹമ്മദ് നിസാമി തന്നെ അദ്ദേഹത്തിൻ്റെ ഖുർആനും ശാസ്ത്രീയ സത്യങ്ങളും എന്ന പുസ്തകത്തിൽ പേജ് 131 ഇതിന് അത്യധികമായ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. അദ്ദേഹം സർട്ടിഫിക്കറ്റ് നൽകിയാലും നൽകിയില്ലെങ്കിലും കേരളത്തിലെ നല്ലവരായ മുഅ്മിനുകൾ, വിശ്വാസികളായ ആളുകൾ കക്ഷിഭേദമന്യേ ഒന്നിച്ച് സ്വീകരിക്കുന്ന ഒരു പരിഭാഷയാണിത്. 3650 പേജ് വരുന്ന 6, 12, 8, 4 വാള്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള അനന്യമായ ഈ പരിഭാഷ ലക്ഷക്കണക്കിന് കോപ്പികളായി പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1/4 നൂറ്റാണ്ടിൻ്റെ കയ്യൊപ്പായി അദ്ദേഹം ഇത് രേഖപ്പെടുത്തി അദ്ദേഹം പടച്ചവൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് പടച്ചവൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്.
അള്ളാഹു അദ്ദേഹത്തിന് ഈ പ്രവർത്തനത്തിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വേദിയിലും സദസ്സിലുമുള്ള മഹത്തായ വ്യക്തിത്വങ്ങളെ, മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ പരിഭാഷയുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ഒരു ചർച്ചയിലാണ് നമ്മളുള്ളത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വായിച്ചപ്പോൾ രാത്രി ഒരുപാട് വൈകി ഉറക്കം വരുന്ന സമയത്ത് താൻ എഴുതാനിരിക്കുന്ന ഭാഗത്ത് കുഴിയുണ്ടാക്കി വെള്ളം നിറച്ച് കാലതിൽ വെച്ച് ഉറക്കം വരാതിരിക്കുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്ന ഒരു രംഗം പറയുന്നുണ്ട്. വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ടുള്ള ഈ സദസ്സിൽ അദ്ദേഹത്തിൻ്റെ ആ രചനയ്ക്കുണ്ടായിട്ടുള്ള ത്യാഗത്തെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഏതായാലും ഈ ഒരു രചനയ്ക്ക് വേണ്ടി അദ്ദേഹം സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. MSMന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ MSM എല്ലാ റമദാൻ മാസവും അദ്ദേഹത്തിൻ്റെ പരിഭാഷയെ ആസ്പദമാക്കി ഖുർആൻ വിജ്ഞാന പരീക്ഷ നടത്താറുണ്ട്. ഈ വരുന്ന റമദാൻ മാസവും മുതിർന്നവർക്ക് സൂറത്തുൽ മുഅ്മിനൂനും സൂറത്തുൽ ഹജ്ജും വിദ്യാർത്ഥികൾക്ക് ലുഖ്മാൻ എന്നുള്ള സൂറത്തും ആസ്പദമാക്കി ഖുർആൻ വിജ്ഞാന പരീക്ഷ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ത്യാഗത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിഭാഷകളെ കൃത്യമായി വായിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ആ ഒരു പരീക്ഷകളിൽ നമ്മുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് MSMന്റെ എല്ലാവിധ ആശംസയും ഈ ഒരു പ്രോഗ്രാമിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വിശുദ്ധ ഖുർആൻ വിവരണം മുഹമ്മദ് അമാനി മൗലവി ഒരു വിസ്മയം എന്ന ഈ സെമിനാറിൽ ഗഹനവും പഠനാർഹവുമായ ഒട്ടേറെ പ്രബന്ധങ്ങളും പ്രഭാഷണങ്ങളും വരാനിരിക്കെ അത് അവതരിപ്പിക്കാൻ വേണ്ടി, പ്രഭാഷണം നടത്താൻ വേണ്ടി വളരെ താൽപ്പര്യപൂർവം നേരത്തെ തന്നെ എത്തിച്ചേർന്ന ഈ പണ്ഡിതന്മാർക്ക് മുമ്പിൽ നിന്ന് നന്ദി പ്രഭാഷണത്തിൽ എന്തെങ്കിലും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ഈ ഉദ്ഘാടന സെഷനിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രൗഢമായി പ്രബന്ധം അവതരിപ്പിച്ച് സംസാരിച്ച അമാനി മൗലവിയുടെ ശിഷ്യന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനും വാഗ്മിയും എഴുത്തുകാരനുമായ പ്രൊഫസർ പി മുഹമ്മദ് കുട്ടശ്ശേരി, അദ്ദേഹത്തിനോടുള്ള നന്ദി, ISMന്റെ നന്ദി അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഉദ്ഘാടന സെഷനിൽ വിശുദ്ധ ഖുർആൻ വിവരണം ദൗത്യവും സ്വാധീനവും എന്ന വിഷയത്തിൽ സംസാരിച്ച, പ്രബന്ധം അവതരിപ്പിച്ച പ്രൊഫസർ KP സക്കരിയ സാഹിബിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഉദ്ഘാടന സെഷനിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് PM മുഹമ്മദ് കുട്ടി സാഹിബ്, വൈസ് പ്രസിഡന്റ് KNM, അതുപോലെ തന്നെ പ്രൊഫസർ ഇസ്ലാമിക് ഡോക്ടർ AI റഹ്മത്തുള്ള പ്രൊഫസർ ഇസ്ലാമിക് ചെയർ, MSMന്റെ വൈസ് പ്രസിഡന്റ് സഹീർ അലി പന്താവൂർ തുടങ്ങി ഇവിടെ സംസാരിച്ച എല്ലാ മാന്യ വ്യക്തിത്വങ്ങളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങ് തന്നെ ധന്യമാക്കാൻ വളരെ താൽപ്പര്യപൂർവ്വം നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ISMന്റെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഈ സെഷൻ പൂർണ്ണമായതായി അറിയിച്ചുകൊണ്ട് അടുത്ത സെഷന് വേണ്ടി ഈ സെഷൻ ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.